അതിനുവേണ്ട തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുമ്പോ നന്മകളിലേക്ക് നമുക്ക് കൂടുതൽ ഉളരാനും ധാരാളം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനും നമുക്ക് സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ മാസത്തിൽ മുഴുവൻ തന്റെ സ്വഹാബികൾക്ക് കൊടുക്കുന്ന ഉപദേശമുണ്ടായിരുന്നു. അഖ്ലിസൂ നിയ്യതകും അഖ്ലിസൂ നിയ്യതകും അഖ്ലിസൂ നിയ്യതകും. ഇടക്കിടക്ക് ശഅബാനിൽ മുത്തനബി തങ്ങൾ കൊടുക്കുന്ന വലിയ ഉപദേശമായിരുന്നു. നന്മയുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ മുമ്പ് നിങ്ങളെ നീയത്ത് നന്നാക്കണം. നമ്മുടെ ഏത് കർമ്മങ്ങളും റബ്ബിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ നിഷ്കളങ്കമായ നീയത്ത്, ഉദ്ദേശശുദ്ധി നമുക്ക് വേണം. പ്രത്യേകിച്ച് റമളാനിൽ ഇഅ്തികാഫും തറാവീഹും നോമ്പും അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളും സ്വതക്കകളും ദാനധർമ്മങ്ങളും സജീവമാകുമ്പോൾ നീയത്ത് നന്നാക്കണം. ഇനി ശഅബാൻ മുതൽക്ക് തന്നെ നബി തങ്ങൾ ഉപദേശം കൊടുക്കുമായിരുന്നു, നിങ്ങൾ നീയത്ത് നന്നാക്കുക എന്ന്. അതുകൊണ്ട് തന്നെയാണ് നബി തങ്ങൾ പ്രത്യേകം പറയാറുള്ളത്, മൻ സ്വമ റമളാന ഈമാനൻ വഹ്തിസാബൻ, കൂലി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും എന്ന്. നോമ്പ് എന്ന് പറയുമ്പോഴേക്ക്, നോമ്പ് കാലമാകുമ്പോഴേക്ക് മാധ്യമങ്ങളിലും പത്രങ്ങളിലും ചാനലുകളിലും പ്രഭാഷകന്മാരും എഴുത്തുകാരും അലക്കിത്തേച്ച വർത്തമാനങ്ങൾ പറയും. നോമ്പ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ, വിശന്നവന്റെ, എരിപൊരി പൊള്ളുന്ന വയറിന്റെ വിഷമങ്ങൾ മറ്റുള്ളവർക്കറിയാൻ വേണ്ടിയാണ്. പാവപ്പെട്ടവർ അനുഭവിക്കുന്ന വിശപ്പിന്റെ കാഠിന്യവും തീഷ്ണതയും അതിന്റെ പ്രയാസവും സമ്പന്നന്മാർ അറിയാൻ വേണ്ടിയാണ് നോമ്പ് എന്നൊക്കെ പറയും. വാസ്തവത്തിൽ അതൊന്നുമല്ല നോമ്പിന്റെ ഏറ്റവും വലിയ ആത്യന്തികമായ ലക്ഷ്യം. സക്കാത്ത് എന്ന് പറയുമ്പോഴേക്ക് സാമ്പത്തിക സന്തുലിതാവസ്ഥയും ഇല്ലാത്തവന് മുഖ്യധാരയിലേക്ക് ഉയർത്താനും ഭക്ഷണം കഴിക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന വ്യക്തി അനുഭവിക്കുന്ന വേദനകൾ സമ്പന്നന്മാർ അറിയാനും മാത്രമാണ് സക്കാത്ത് എന്ന് പ്രസംഗിക്കും എഴുതും. അതൊന്നുമല്ല സക്കാത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. പണക്കാരനായ സമ്പന്നനായ 4 കാശ് വാരിക്കൂട്ടിയ നിന്റെ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഇവിടത്തെ പാവപ്പെട്ടവരൊക്കെ ജീവിച്ചു പോകും, നീ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആകാശങ്ങളിലൂടെ വട്ടമിട്ട് പറക്കുന്ന കോടിക്കണക്കിന് പറവകൾക്ക് അന്നം കൊടുക്കുന്ന സർവശക്തനായ പടച്ചത്തമ്പുരാനായ അല്ലാഹു, സമുദ്രാന്തരങ്ങളിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്ന കോടാനുകോടി മത്സ്യങ്ങൾക്ക് മുറതെറ്റാതെ കൃത്യവും വ്യക്തവുമായി അന്നം കൊടുക്കുന്ന പടച്ചത്തമ്പുരാനായ അല്ലാഹു, ഇരുൾ മുറ്റിയ ഘോരവനങ്ങളിലുള്ള ഹിംസ്ര ജന്തുക്കൾക്കും ഭക്ഷണം കൊടുക്കുന്ന അല്ലാഹു, കരിമ്പാറകൾക്കത്തൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കറുത്തുറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അല്ലാഹു, ഈ ലോകത്തുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് നീ കൊടുത്തിട്ടില്ലെങ്കിൽ അവരൊന്നും പട്ടിണി കിടക്കൂല, അല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. അവരെ വായക്കര് അള്ള കൊടുക്കും. നിന്റെ സമ്പത്തും നിന്റെ ധർമ്മമൊന്നും കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സക്കാത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അവർ ജീവിച്ചു പോകുക, നിന്നെ കൊണ്ടൊന്നുമല്ല. പിന്നെയോ സമ്പത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തിയും താല്പര്യവും അവന്റെ ഹൃദയത്തിൽ നിന്ന് പിഴുതു മാറ്റുക, എന്നിട്ട് അവന്റെ മനസ്സ് ശുദ്ധീകരിക്കുക. ഇതാണ് വാസ്തവത്തിൽ സക്കാത്തിന്റെ ഒരു ലക്ഷ്യം. ഇതുപോലെ തന്നെ നോമ്പ് എന്ന് പറയുമ്പോ നമ്മുടെ അന്നപാനീയങ്ങളും കാമക്രോധ വൈകാരികേച്ഛകളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് മനുഷ്യന്റെ ആത്മാവ് വിമലീകരിക്കുക. ഇതാണ് നോമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ ഇന്ന് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും അതുപോലെയുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടാനും ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടിയുള്ള ഒരു ആരോഗ്യ പദ്ധതി മാത്രമായി നോമ്പിനെ ആവിഷ്കരിക്കപ്പെടുകയും സംസാരിക്കപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നോമ്പ് ഒരു ആരോഗ്യ പദ്ധതി മാത്രമാണ്. നമുക്ക് രോഗങ്ങളൊക്കെ ഇല്ലാതെ നമ്മുടെ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താനുള്ള ഒരു ആരോഗ്യ പദ്ധതി മാത്രമായിട്ട് നോമ്പിനെ കാണരുത്. അതൊക്കെ നോമ്പിന്റെ ഘടകങ്ങളും വശങ്ങളും തന്നെയാണ്. പക്ഷേ ഏറ്റവും വലുത് നമ്മുടെ ഹൃദയത്തെ റബ്ബിലേക്ക് അടുപ്പിക്കലാണ്. ഇസ്ലാം കാര്യം 5 നിങ്ങൾക്കൊക്കെ അറിയാം. ഇസ്ലാം കടന്നു വന്നിരുന്ന കാലത്ത് അറേബ്യയിലെ ജനങ്ങളൊക്കെ താമസിച്ചിരുന്ന ടെന്റുകൾക്ക് പ്രധാനമായും 5 തൂണുകളായിരുന്നു. സർക്കസിന്റെ ടെന്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 5 തൂണുകളെ കൊണ്ട് 4 ഭാഗത്തും 4 തൂണും ആ 4 തൂണുകളെയും ബന്ധിപ്പിക്കുന്ന സുദൃഢമായ ശക്തമായ ഒരു കെട്ടുറപ്പുള്ള ഫലമുള്ള ഒരു വലിയ തൂൺ നടുവിലുണ്ടാകും. ഈ 4 കാലുകളും നടുവിലെ തൂണുമായി ബന്ധിക്കും. ഇങ്ങനെ 5 തൂണായിരിക്കും. ഇസ്ലാം കടന്നു വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ടെന്റ് കെട്ടുന്ന പോലെ, നിങ്ങൾ താമസിക്കുന്ന വീട് നിർമ്മിക്കുന്ന പോലെ അതിന് 5 തൂണുള്ളത് പോലെ ബുനിയൽ ഇസ്ലാമു അലാ 5, ഇസ്ലാമിനും 5 തൂണാണ്. അതിൽ 4 തൂണുകളെയും ബന്ധിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു പ്രധാനപ്പെട്ട തൂണുണ്ട്. അതാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ഇസ്ലാം കാര്യത്തിൽ ഒന്നാണ്.
അതെന്താ? നമ്മുടെ മനസ്സ് പൂർണ്ണമായി റബ്ബിലേക്ക് സമർപ്പിക്കുകയാണ്. അല്ലാഹുവേ, നീ അല്ലാതെ മറ്റൊരു ആരാധ്യൻ, നീ അല്ലാതെ ആരാധനക്ക് അർഹൻ എന്റെ മനസ്സിലില്ല എന്ന് പറഞ്ഞ് മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതൻ എന്ന് പറഞ്ഞ് മനസ്സ് പൂർണ്ണമായി തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കലാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നിസ്കാരം. നിസ്കാരത്തിലൂടെ ശരീരം മുഴുവനും സമർപ്പിക്കാൻ. നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മുടെ മുഖം, ഒരാൾ നിന്റെ മുഖത്തടിച്ചാൽ, കരണക്കുറ്റി കടിച്ചാൽ വലിയ തെറ്റായി നമ്മൾ കാണും. ഈ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മുഖം മണ്ണിൽ കുത്തിയിട്ട് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചു ശരീരം മുഴുവനും നമിച്ചു കുമ്പിട്ട് തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാ. ഏതാരോഗ്യമുള്ളവനും ഭംഗിയുള്ളവനും ശരീരം മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞും താഴ്ന്നും വിനയത്തോടെ ശരീരം റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചു. ഇനി എന്താ സമർപ്പിക്കാനുള്ളത്? ഇനി അവന്റെ സമ്പത്ത് സമർപ്പിക്കണം. ഇസ്ലാം കാര്യത്തിന് 3ാമത്തെ സക്കാത്തിലൂടെ അതും സമർപ്പിച്ചു. സ്വർണവും വെള്ളിയും അവൻ നടത്തുന്ന കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുത്ത് സമ്പത്ത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ. നീ കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ സ്വർണം കൊടുക്കാം, വെള്ളി കൊടുക്കാം, സമ്പത്ത് കൊടുക്കാം. ഇനി എന്താ സമർപ്പിക്കാനുള്ളത്? ഇനി നമ്മുടെ ഏറ്റവും വലിയ ആസ്വാദനം തീറ്റും കൂടി ലൈംഗിക ആഗ്രഹങ്ങളുമാണ്. അത് 4ാമത്തെ കാര്യമായി നോമ്പിലൂടെ അതും കൊടുത്തു. വേണ്ട റബ്ബേ, നിനക്ക് വേണ്ടി തീറ്റയും കുടിയും എന്റെ ലൈംഗികാഗ്രഹങ്ങളും ആസക്തികളും നിനക്ക് വേണ്ടി ഞാൻ നിയന്ത്രിച്ചു നിർത്തിവെച്ചു. അതൊന്നുമില്ല, അതും കൊടുത്തു റബ്ബിന്. ഇനി എന്താ കൊടുക്കാനുള്ളത്? ശരിക്ക് ചിന്തിക്ക്. ഷഹാദത്ത് കലിമയിലൂടെ മനസ്സ് കൊടുത്തു, നിസ്കാരത്തിലൂടെ ശരീരം കൊടുത്തു, സക്കാത്തിലൂടെ സമ്പത്ത് കൊടുത്തു, നോമ്പിലൂടെ തീറ്റയും കൂടിയും കൊടുത്തു, ലൈംഗിക സുഖങ്ങളും നിർത്തി, അതും കൊടുത്തു. ഇനി എന്താ ഉള്ളത്? ഇനി ഒന്നുമില്ല. ഇനി സൃഷ്ടാവായ തമ്പുരാൻ ഒക്കെ സമർപ്പിച്ചു. ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ടവനെ പോലെ റബ്ബിന്റെ മൈതാനത്തിൽ അവന് ലയിച്ചുകൊണ്ടൊരു ഭ്രാന്തനായി നടക്കുക. അതാണ് ഹജ്ജ്. ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന് വേണ്ടി, പ്രേമഭാജനത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി ലയിച്ച് ഭ്രാന്തനാകുക. ലൈല മജ്നൂൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവർ ലയിച്ച് കാമഭ്രാന്ത് എന്ന് പറഞ്ഞ പോലെ എല്ലാം സമർപ്പിച്ച് പരിശുദ്ധമായ ഹജ്ജിലൂടെ മനുഷ്യൻ റബ്ബിന്റെ മുമ്പിൽ ഭ്രാന്തനാവുകയാ. ഇനി അവനക്ക് ഒന്നും കൊടുക്കാനില്ല. അവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന പോലെയുള്ളൊരു ബുദ്ധിയുള്ള ഭ്രാന്ത്. തല മുട്ടയടിക്കുന്നു, പ്രത്യേക വസ്ത്രം ധരിക്കുന്നു, എപ്പോഴും തല മറക്കുന്നവൻ അപ്പ ഹജ്ജിന് തല മറക്കണില്ല, എപ്പോഴും സുഗന്ധം പൂശുന്നവൻ അപ്പ പൂശുന്നില്ല, നഖം വെട്ടേണ്ടവൻ അപ്പം വെട്ടുന്നില്ല, മുടി മുറിക്കേണ്ടവൻ അപ്പം മുറിക്കുന്നില്ല. പെണ്ണുങ്ങളൊക്കെ മുഖം മറക്കണം, അപ്പം മുഖം മറക്കുന്നില്ല. ചില സ്ഥലത്ത് സ്പീഡിൽ ഓടുന്നു, ചില സ്ഥലത്ത് സ്ലോ പതുക്കെ ഓടുന്നു, കുറെ കല്ലെറിയുന്നു, പ്രത്യേക രൂപത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഒരുപാട് ഉള്ളടക്കങ്ങളടങ്ങിയ ഹജ്ജ് റബ്ബിനൊക്കെ സമർപ്പിച്ചിട്ടുള്ള അള്ളാഹുവിലുള്ള ലയനമാണ്. വാസ്തവത്തിൽ ഈ നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ സൃഷ്ടിയെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയായി നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നോമ്പ് നമ്മുടെ മനസ്സിന് അള്ളാഹുവിനെ കൊടുക്കുക. നമ്മൾ ശരീരം കൊണ്ട് മാത്രം നോമ്പെടുക്കുക. നമുക്ക് ഏറ്റവും വലിയ പ്രയാസം എന്താ അറിയോ? 4 എടുക്കണ പണി നമ്മൾ ഒരാൾ ഒറ്റക്ക് എടുക്കുകയാണ്. അതാ നമുക്ക് നിസ്കാരവും പ്രയാസം, നോമ്പും പ്രയാസം. ശരിക്കും ശ്രദ്ധിക്കണം എന്റെ വിഷയം. 4 എടുക്കേണ്ട പണി ഒരാൾ എടുത്താൽ എത്ര പ്രയാസവും. ഒരു കട്ടില് 4 4 മൂലയും പിടിച്ച് പൊന്തിക്കുമ്പോൾ ഉയർത്തുമ്പോൾ പെട്ടെന്ന് ആ കട്ടില് പുറത്തേക്ക് എടുക്കാൻ പറ്റും. 4 പൊന്തിക്കേണ്ട ഉയർത്തേണ്ട കട്ടിൽ ഒരാൾ ഒറ്റയ്ക്ക് ഉയർത്തിയാൽ അവൻ ആകെ വിഷമിച്ചു പോവും, പ്രയാസപ്പെട്ടു പോവും. വാസ്തവത്തിൽ നമ്മുടെ നിസ്കാരം നമ്മൾ 4 നിർവഹിക്കണം. ഇപ്പൊ നിങ്ങൾ ഇശ നിസ്കരിച്ചു, ഞാനും നിസ്കരിച്ചു. 4 നിസ്കരിക്കേണ്ട നിസ്കാരാണ്. ശരീരം, നമ്മുടെ കൂടെ ശരീരത്തിന്റെ കൂടെ ഹൃദയം, നമ്മുടെ റൂഹ്, ആത്മാവ്, 4ാമത് സിർ എന്ന് പറയും. അതൊക്കെ കൂടി വിശദീകരിക്കാൻ ഇവിടെ സമയമല്ല. നമ്മൾ പറയുമല്ലോ, ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, സിർ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ മനുഷ്യന്മാര് 4 ഘടകങ്ങളുണ്ട്. ഈ ഭൗതിക ശരീരവും, നമ്മുടെ ഹൃദയവും, റൂഹ്, നമ്മുടെ ആത്മാവും, സിറും. ഇത് 4 കൂടിയിട്ട് നിസ്കരിക്കുമ്പോൾ നിസ്കാരം ആസ്വാദനമാകും. റബ്ബിന്റെ വിധാനത്തിലേക്ക് ഉയർന്നു പോകുന്ന മിഅ്റാജാണ് നിസ്കാരം. ഈ നിസ്കാരം ആനന്ദകരമാകും. ആത്മനിർവൃതിയെ കൊണ്ട് നമ്മുടെ നിസ്കാരം ആനന്ദ നൃത്തം നമുക്ക് അനുഭവിക്കേണ്ടി വരും നിസ്കാരത്തില്. കാരണം 4 ഉണ്ടാകും. ശരീരം ഉണ്ടാകും, ഹൃദയം ഉണ്ടാകും, റൂഹ് ഉണ്ടാകും, സിറുണ്ടാകും. നമുക്ക് ഒറ്റ വസ്തുവേ ഉള്ളൂ, ശരീരം മാത്രമേ ഉള്ളൂ. പള്ളിയിൽ നിസ്കരിക്കുമ്പോ കൽബ് മാർക്കറ്റിലാണ്, നമ്മുടെ കൽബ് നമ്മുടെ കടയിലാണ്, നമ്മുടെ റൂഹ് വേറെ എവിടെയാണ്, നമ്മുടെ സിറ് വേറെ എവിടെയാണ്. എന്നാൽ ശരീരവും ആത്മാവും നമ്മുടെ കൽബും എല്ലാം കൂടി നിസ്കരിക്കുമ്പോൾ നിസ്കാരം ഒരു ഭാരം ഉണ്ടാകൂല. നമ്മുടെ നോമ്പ് ശരീരം കൊണ്ട് മാത്ര, തിന്നണില്ല, കുടിക്കണില്ല, മറ്റു നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യണില്ല. അപ്പോഴും നമുക്ക് നോമ്പിന്റെ ആസ്വാദനം കിട്ടൂല. അള്ളാഹുവിന്റെ മഹാന്മാരായ ആധ്യാത്മിക ലോകത്തെ ചക്രവർത്തികൾ ഹൃദയം കൊണ്ട് നോമ്പെടുത്തു, റൂഹ് കൊണ്ട് നോമ്പെടുത്തു. അള്ളാഹു എന്ന ചിന്തയല്ലാതെ മറ്റൊരു ചിന്തകൾ അവരൊരിക്കലും ഉള്ളിലേക്ക് കടത്തിയില്ല.
പൂർണ്ണമായി റബ്ബിൽ അവരങ്ങ് സമർപ്പിച്ചു. ആ നോമ്പിന്റെയൊക്കെ ഭംഗിയും സുഖവും ആസ്വദിക്കാൻ എന്നെങ്കിലും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് നമ്മൾ നോമ്പ് എന്ന് പറഞ്ഞാൽ സുബൈ മുതൽക്ക് മഗ്‌രിബ് നിസ്കാരം വരെ തടിയുള്ള ഒന്നും നമ്മുടെ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് പോകാതിരിക്കുക, അതാണ് നോമ്പ്. ഞാനും നിങ്ങളും തീറ്റയും കൂടി നിർത്തിവെച്ചതുകൊണ്ട് റബ്ബിന് എന്ത് കിട്ടാനാണ്? നോമ്പിന്റെ ഉള്ളടക്കങ്ങളും അതിന്റെ കൃത്യമായ അർത്ഥതലങ്ങളും ഞാനും നിങ്ങളും ഒക്കെ മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ആ മുത്തുനബി തങ്ങൾ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ പുട്ടിൽ തേങ്ങടുന്ന പോലെ ഇടക്കിടക്ക് കൊടുക്കുന്ന ഉപദേശം, നിങ്ങൾ ഇഖ്ലാസ് ഉണ്ടാക്കണം. അൽ ഇഖ്ലാസു സിർറുൻ മിൻ അസ്റാറി ഉബദ്ദിഉഹു ഖൽബ മൻ ഉഹിബ്ബുഹു. ഏറ്റവും വലിയ കിട്ടാക്കാൻ ഇഖ്ലാസാണ്. ഏറ്റവും വലിയ കിട്ടാക്കാൻ ഇഖ്ലാസാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടക്കാര ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന കിട്ടാക്കനിയാണ് ഇഖ്ലാസ്. നമുക്ക് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി ഉണ്ടാകേണ്ട കൈമുതൽ അതാണ്. നമ്മളൊരു സംഗതിക്ക് പോകുമ്പോൾ ആയുധം കൊണ്ടുപോകണം. നമ്മൾ റമദാനിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ആയുധമായിട്ട് റമദാനിലേക്ക് ചാടണം. ആയുധം ഇഖ്ലാസാണ്. നോമ്പെടുക്കുമ്പോ നിങ്ങൾ ചിന്തിക്കണം, നോമ്പെടുക്കുമ്പോൾ നമുക്ക് മറ്റു ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാകരുത്. അതിനാണ് ഈമാനൻ വഹ്തിസാബൻ, കൂലി ആഗ്രഹിച്ചിട്ടാകണം, റബ്ബിന് വേണ്ടിയായിരിക്കണം. റമദാനിൽ നമ്മൾ ധാരാളം, നമുക്ക് ആകെ ഒരു കൊല്ലത്തിൽ ഏറ്റവും നന്മ ചെയ്യുന്ന പരിശുദ്ധ റമദാനിലാണ്. ഈ റമദാനിൽ തീർത്തും അള്ളാഹുവിന് വേണ്ടി നമ്മുടെ മനസ്സ് സമർപ്പിക്കലാകണം. റമദാന്റെ പുണ്യം മുഴുവനും കരഗതമാകുന്ന ലഭിക്കുന്ന മഹാന്മാരിൽ മഹത്തുക്കളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാന്റെ മഹത്വങ്ങളും പുണ്യങ്ങളും എത്ര പറഞ്ഞാലും തീരൂല. റമദാന് വേണ്ടിയുള്ള മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ പള്ളി പെയിന്റിടലും ഇളകിക്കിടക്കുന്ന ടൈൽസുകൾ രണ്ടാമത് ഒട്ടിക്കലും അതുപോലെ തന്നെ ഫാൻ റെഡിയാക്കലും പീസായിപ്പോയ ബൾബുകൾ കത്തിക്കലൊന്നും അല്ല. അതൊക്കെ ഭൗതികമായ ബാഹ്യമായ ഒരുക്കങ്ങളാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ നനച്ചുകുളി എന്ന് പറയും. റമദാന്റെ മുന്നോടിയായ പെണ്ണുങ്ങളൊക്കെ ആഴ്ചകളോളം കഷ്ടപ്പെട്ട് വീട് മുഴുവനും അടിച്ചുവാരി പൊടിപുരണ്ട ഫാനുകൾ പോലും തുടച്ചു വൃത്തിയാക്കി മാറാലകളൊക്കെ തട്ടി വസ്ത്രങ്ങളൊക്കെ അലക്കി വളരെ ഭംഗിയാക്കി വീട് മുഴുവനും ശുദ്ധിയാക്കി വെക്കും. അത് നോമ്പിന് വേണ്ടിയുള്ള ഒരുക്കം തന്നെയാണ്, വളരെ നല്ലതുമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ ഒരുക്കം, ആത്മീയമായ ഒരു ഒരുക്കം നമുക്ക് നടത്തണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പകയും സ്പർദ്ധയും സംഘടന രാഷ്ട്രീയ സങ്കുചിത മനോഭാവം കൊണ്ട് മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിവെച്ച് നമ്മുടെ ഹൃദയം പ്രഭാപൂരിതമാക്കി ശുദ്ധമാക്കി റമദാനിലേക്ക് കടക്കുക. രാഷ്ട്രീയ സംഘടനാപരമായ സങ്കുചിത മനോഭാവം കൊണ്ട് മറ്റൊരുത്തന്റെ പച്ചിറച്ച് കൊത്തിവലിക്കുന്ന സ്വഭാവം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഏതെങ്കിലും മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ എന്തൊക്കെ നന്മകൾ ചെയ്താലും നമ്മുടെ പ്രതിയോഗികളുടെ നന്മകളെ മുഴുവനും തിന്മയായി കാണുന്ന വികൃതമായ വിചിത്രമായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ ആ മനസ്സോടുകൂടെ നമ്മൾ റമദാനിലേക്ക് കടന്നിട്ട് ഒരു കാര്യവുമില്ല. ആദ്യത്തെ പത്തിൽ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, കരുണാനിധിയായ പടച്ചതമ്പുരാനെ എന്നോട് കരുണ ചെയ്യണേ എന്ന് റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. നിന്റെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരോട് നീ ആദ്യം കരുണ കാണിക്കുന്നവനാകണം. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി, എന്റെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ എന്ന് റബ്ബിന്റെ മുമ്പിൽ നീ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. നിന്റെ മനസ്സ് ആദ്യം മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കണം. നിന്നോട് അക്രമം ചെയ്ത അയൽവാസിയും കുടുംബക്കാരും അമ്മായിമ്മയും അമ്മോശനും അനിയനും അനിയത്തിയും മരുമകനും എപ്പോഴെങ്കിലും അവരെ ബുദ്ധിമോശം കൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങളെ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ ചെയ്തികളിൽ നിന്ന് നിങ്ങൾ കരുതായും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തും മാപ്പും കൊടുത്ത് റമദാനിലേക്ക് കടന്നിട്ട് റബ്ബിനോട് മാപ്പ് ചോദിക്കുമ്പേ റബ്ബ് മാപ്പ് തരുള്ളൂ. അല്ലെങ്കിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞു, നീ ദുആർക്കുമ്പോ റബ്ബേ അല്ലാഹുവേ പൊറുക്കണേ എന്ന് പൊട്ടിക്കരയുമ്പോ മലക്കുകൾ പരിഹസിക്കും. എടാ, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാത്ത നീയാണോ റബ്ബിന്റെ പൊരുത്തം ചോദിക്കുന്നത്? മറ്റുള്ളവരോട് കരുണ കാണിക്കാത്ത നീയാണോ റബ്ബിന്റെ കരുണ കാണിക്കുന്നത്, റബ്ബിന്റെ കരുണ ചോദിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ മറ്റുള്ളവർക്ക് പുറത്തു കൊടുത്ത് കരുണ കാണിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് പകകളൊക്കെ ഇറക്കി വെച്ച് വിശുദ്ധ റമദാനിലേക്ക് ആ ക്ലാസ് റൂമിലേക്ക് നമ്മൾ കടന്നു കയറിയ അതാ ഒരു വലിയ കോഴ്സാണ്. റമളാനു മീസാനുൽ ആം, ഒരു കൊല്ലത്തിന്റെ മാനദണ്ഡമാണ് റമളാൻ. റമളാൻ നന്നായോ മുഴുവനും നന്നായി. റമളാനിലെ ചാർജിങ് ഒരു കൊല്ലം നമുക്ക് നീണ്ടു നിൽക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനുള്ള ഏറ്റവും വലിയ മുന്നൊരുക്കം അതാണ്. ആത്മാവിനെ സംസ്കരിച്ചിട്ട് വേണം റമളാനിലേക്ക് നമ്മൾ കടക്കുക. ഇത് കച്ചവടത്തിന്റെ സമയമാണ് റമളാൻ. തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും പരാജയം സംഭവിക്കാത്ത കച്ചവടം. നിസ്കാരം നോമ്പൊക്കെ ആഖിറത്തിലേക്കുള്ള കച്ചവടം. ഏറ്റവും വലിയ ബിസിനസ് എന്താ? നല്ല ബിസിനസ് മൈൻഡ്, നല്ല കച്ചവടക്കാരന്റെ മൈൻഡ് എന്താ? സീസൺ നോക്കി കച്ചവടം ചെയ്യും. ഇപ്പൊ സ്കൂൾ തുറക്കുന്ന സമയത്ത് ബാഗ്, കുട, നോട്ട് ബുക്ക്, പെൻസിൽ, അതിന്റെ കച്ചവടം.
ഒക്കെ സീസൺ നോക്കിയുള്ള കച്ചവടം. അപ്പൊ അത് കൊണ്ടുവന്നിക്കണം കടയിൽ. അതുപോലെ തന്നെ ചൂടുകാലാകുമ്പോ അവൻ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ്, അതിന്റെ കച്ചവടം. എല്ലാം സീസൺ നോക്കി കച്ചവടം നടത്തലാ ബുദ്ധി. എന്നാൽ റമദാനിൽ നിസ്കാറും ദിക്റും സ്വലാത്തും നന്മകളും ദാനധർമ്മങ്ങളും എന്ന കച്ചവടം ഏറ്റവും അധികരിപ്പിക്കുക റമദാൻ ഏറ്റവും മുന്തിയ സീസണാണ്. സീസൺ നോക്കി നമ്മൾ കച്ചവടം നടത്തണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാൻ പ്രമാണിച്ച് മദീനത്തെ പള്ളിയിൽ അലങ്കൃതമായ ലൈറ്റുകൾ വെച്ചുകൊണ്ട് പള്ളി അലങ്കരിച്ച ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അലി ഇബ്നു അബീ താലിബ് പറഞ്ഞു, നവ്വറല്ലാഹു ഖബ്റക കമാ നവ്വറത മസ്ജിദല്ലാഹ്. അല്ലാഹുവിന്റെ പള്ളി റമദാനോടനുബന്ധിച്ച് ഭംഗിയാക്കി നിങ്ങളെ ഖബർ അല്ലാഹു ഭംഗിയാക്കട്ടെ എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. ഒരിക്കൽ നബി തങ്ങൾ പള്ളിയിലേക്ക് വന്നപ്പോ പള്ളിയിൽ നല്ല ലൈറ്റുകൾ കത്തിക്കൊണ്ടിരിക്കുന്നു, പള്ളിയിൽ വിളക്ക് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ വിളക്കുകൾ സ്ഥാപിച്ചത്? ആരാണ് ഈ ലൈറ്റുകൾ ഇവിടെ കത്തിച്ചു വെച്ചത്? അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, നബിയേ, ഇത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, തമീമുദ്ദാരിയാണ്. കേരളത്തിൽ ഒരു സ്വഹാബിയുടെ ഖബറുണ്ട് എന്ന് പറയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് കൊല്ലത്തിനടുത്ത് പാറപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനെ കുറിച്ചാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് കൊല്ലത്ത് പാറപ്പള്ളി അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഹുമാനപ്പെട്ട തമീമുദ്ദാരി എന്ന സ്വഹാബിയാണ് എന്നാണ് പ്രഗൽഭ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ അഭിപ്രായം കൊയിലാണ്ടിക്കടുത്ത് പാറപ്പള്ളി അന്ത്യവിശ്രമം കൊള്ളുന്നത് തമീമുദ്ദാരി എന്ന സ്വഹാബിയാണ്. ഏതാവട്ടെ, നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ കടന്നു വന്നപ്പോ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വിളക്കുകൾ കണ്ടപ്പോ ചോദിച്ചു, ആരാണ് ഈ വിളക്ക് ഇവിടെ സ്ഥാപിച്ചത്? സ്വഹാബികൾ പറഞ്ഞു, നബിയേ, നമ്മുടെ തമീമുദ്ദാരിയാണ്. സന്തോഷം കൊണ്ട് മുത്ത് നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഫവല്ലാഹ് ലൗ കാനത് ലീ ഇബ്നതുൻ ലസവ്വജ്തുഹാ ഇയ്യാ. എനിക്ക് കെട്ടിച്ചു കൊടുക്കാന്നൊരു പെൺകുട്ടിയുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ഞാൻ തമീമിന് കെട്ടിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പള്ളി ഭംഗിയാക്കുകയും ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് പ്രകാശിപ്പിക്കുകയും ചെയ്ത തമീമുദ്ദാരിയോട് എനിക്കുള്ള സ്നേഹം അത്രമാത്രമുണ്ട്. ഇനി എനിക്ക് കെട്ടിക്കാൻ പ്രായമായ മകളുണ്ടെങ്കിൽ തമീമെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരും. പക്ഷേ നബി തങ്ങൾക്ക് തമീമിന് കെട്ടിച്ചു കൊടുക്കാൻ യോഗ്യമായ പെൺകുട്ടിയപ്പോ ഇല്ല. അപ്പോൾ ഇത് കേട്ട മറ്റൊരു സ്വഹാബി പറഞ്ഞു, നബിയേ, എനിക്ക് പ്രായപൂർത്തിയായ ഒരു മകളുണ്ട്, അവളെ ഞാൻ തമീമിന് കെട്ടിച്ചു കൊടുക്കട്ടെ എന്ന് പറയുമ്പോ നബിതങ്ങൾ സമ്മതിക്കുകയും നബിതങ്ങൾ അതിന് സാക്ഷിയാവുകയും ചെയ്യുന്നു. ഇത് തഫ്സീർ റൂഹുൽ ബയാനിൽ കൃത്യമായി കാണുന്ന ചരിത്രമാണ്. അള്ളാഹുവിന്റെ പള്ളി അലങ്കരിച്ചപ്പോഴേക്ക് മുത്തുനബിതങ്ങൾ പറഞ്ഞത്, എനിക്കൊരു മകളുണ്ടെങ്കിൽ നിനക്ക് ഞാൻ കെട്ടിച്ചു തരുമെന്നാണ്. റമളാൻ പ്രമാണിച്ച് മദീന പള്ളി വിളക്കുകൾ കത്തിച്ച് ഭംഗിയാക്കി ഉമർ തങ്ങളോട് അലിയാര് പറഞ്ഞത്, ഉമറേ, നിങ്ങളെ ഖബറല്ല വെളിച്ചമാക്കട്ടെ എന്നാണ്. പള്ളികളായ പള്ളികൾ മുഴുവനും പെയിന്റ് അടിച്ചുകൊണ്ട് റമളാൻ പ്രമാണിച്ച് ഭംഗിയാക്കുമ്പോ ഇത് റമളാനിനോടുള്ള സ്നേഹമാണ്. വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു ബഹുമാനിച്ച മാസങ്ങളെ ബഹുമാനിക്കലും അല്ലാഹു വന്ദിച്ചതിനെ വന്ദിക്കലും ഏറ്റവും വലിയ തഖ്വ തന്നെയാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ റമളാന്റെ മുന്നൊരുക്കങ്ങൾ മുഅ്മിനീങ്ങളെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ അല്ലാഹുവിന്റെ മുത്തുനബി തങ്ങൾ പറയുന്നത്, മൻ ഫരിഹ ബിദുഖൂലി റമളാൻ ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ. റമളാൻ കടന്നു വരുന്നു എന്നുള്ളതിൽ ആത്മനിർവൃതി കൊണ്ടാൽ സന്തോഷിച്ചാൽ അവന്റെ ശരീരം നരകത്തിനെ തൊട്ട് പടച്ച തമ്പുരാൻ ഹറാമാക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
അതുകൊണ്ട് പ്രിയമുള്ളവരെ, പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോ എങ്ങനെ വിശ്വാസി സ്വീകരിക്കണമെന്നോ, നോമ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് ധാരാളം മഹത്വങ്ങളും പുണ്യങ്ങളും ഉസ്താദുമാർ എത്ര പറഞ്ഞു തന്നാലാണ് ഒരു സുന്നത്ത് നോമ്പ് ഞാനും നിങ്ങളുമൊക്കെ അനുഷ്ഠിക്കാറുള്ളത്. മിഅ്റാജിന്റെ നോമ്പോ ബറാഅത്തിന്റെ നോമ്പോ അറഫ നോമ്പോ മറ്റോ വരുമ്പോ അത് സുന്നത്തുണ്ടോ, കിതാബ് ഏതാണ്, പേജ് ഏതാണ്, ഹദീസ് ഏതാണ്, ഇങ്ങനെ ധാരാളം പറയുമ്പോഴല്ലേ ഒരു സുന്നത്ത് നോമ്പെങ്കിലും നമ്മൾ എടുക്കുന്നത്. എന്നാൽ നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ഒരു സ്വഹാബിയുടെ വല്ലാത്ത സംഭവത്തിലേക്കാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബാഹിലി റളിയല്ലാഹു അൻഹു. ആരാണ് ബാഹിലി എന്നറിയണോ? കാണാൻ അഴകുള്ള, ചന്തമുള്ള, ഭംഗിയുള്ള, സുന്ദരനായ, ആരോഗ്യവാനായ, നല്ല തടിയുള്ള സ്വഹാബിയാണ് ബാഹിലി റളിയല്ലാഹു അൻഹു. പക്ഷേ റമളാൻ കഴിഞ്ഞിട്ടും മുഴുവനും നോമ്പാണ്. പെരുന്നാളല്ലാത്ത മുഴുവൻ ദിവസങ്ങളും നോമ്പ് നോറ്റ്, കൊല്ലം മുഴുവനും നോമ്പ് നോറ്റ് ബാഹിലി അങ്ങ് ക്ഷീണിച്ചു പോയി. ശരീരം ഉണങ്ങുകയാ, മുഖത്തിന്റെ ഭംഗിയും മുഖകാന്തിയും നഷ്ടപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട ബാഹിലി അവറുകള് ആകെ ഉണങ്ങി മെലിഞ്ഞ് ശരീരം മുഴുവനും ഉണങ്ങുകയാണ്. ആ കവിൾത്തടങ്ങളൊക്കെ ചുരുളുകയാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ബാഹിലി കണ്ടുമുട്ടുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ. നബിതങ്ങളെ ബാഹിലി എന്ന സ്വഹാബിയെ കണ്ടപ്പോഴേക്ക് നബിതങ്ങളെ കണ്ണുകൾ നിറഞ്ഞു. നബിതങ്ങളെ സങ്കടം കൊണ്ട് ചോദിച്ചു, മാ ഗയ്യറക യാ ബാഹിലിയോ, എന്ത് പറ്റി ബാഹിലി നിനക്ക് രോഗമുണ്ടോ? നിന്നെ കാണാൻ എന്ത് ഭംഗിയുണ്ടായിരുന്നു, നിന്നെ കാണാൻ എന്ത് നല്ല രസമുണ്ടായിരുന്നു. നിന്റെ ഭംഗി പോയി, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, നിനക്ക് വല്ല രോഗമുണ്ടോ? ഉടനെ ബാഹിലി മറുപടി പറയുകയാണ്, ഇല്ല നബിയേ, രോഗമില്ല, അസുഖമില്ല നബിയേ, രോഗങ്ങളില്ല. പിന്നെന്താണ് ബാഹിലി നിന്റെ കോലം ഇങ്ങനെയായത്? അപ്പയാണ് ബാഹിലി തുറന്ന് പറയുന്നത്, അനസ്വായിമുദ്ദഹിരി, നബിയെ ഞാൻ ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുക്കുന്നവനാണ്, എല്ലാ പകലിലും നോമ്പെടുത്ത് ഇങ്ങനെ ക്ഷീണിച്ചതെന്ന് പറയുമ്പോ നബിതങ്ങള് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ആരാണടോ നിനക്കിതിന് അധികാരം തന്നത്? നിന്റെ ശരീരത്തിനോട് നിനക്ക് വലിയ കടമയുണ്ടടാ, കടപ്പാടുണ്ടടാ. ഇങ്ങനെ എന്നും നോമ്പെടുത്ത് ശരീരം കേടുവരുത്തണ്ട. ഇനി മുതൽ നിനക്ക് സുന്നത്ത് നോമ്പ് വേണ്ട. റമളാനല്ലാതെ, റമളാനിലെ 30 ദിവസത്തെ നോമ്പല്ലാതെ ഒരു നോമ്പും നീ എടുക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ വളരെ കർശനമായി നബിതങ്ങൾ ഓർഡർ കൊടുക്കുമ്പോ നബിതങ്ങളെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പിന് പുണ്യമില്ലല്ലോ. ബാഹിലി കരഞ്ഞു. നബിയുടെ മുമ്പിൽ കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുകയാണ്. നബിയേ പറയരുത്, അങ്ങനെ പറയരുത് നബിയേ, സ്വർഗത്തിലേക്ക് എത്താൻ വല്ലാത്ത ആഗ്രഹം കൊണ്ടാണ്, എനിക്ക് കഴിയും, ആരോഗ്യമുണ്ട്, റമളാൻ എല്ലാ ദിവസങ്ങളിലും നോമ്പെടുക്കാൻ സമ്മതം നൽകണം. ഇല്ലടാ, നിനക്ക് സമ്മതമില്ല. ഈ ശരീരം മുഴുവനും ഇങ്ങനെ നോമ്പെടുത്ത് കേടുവരുത്തിയിട്ട് നീ നടക്കുകയാണോ? നീ ഇനി ഒരു സുന്നത്ത് നോമ്പും വേണ്ട എന്ന് നബിതങ്ങൾ കർശനമായി വാശി പിടിച്ചു പറയുമ്പോ നബിതങ്ങളെ മുമ്പിൽ വീണ് പൊട്ടിക്കരഞ്ഞ് ഉമ്മാന്റെ കോന്തല പിടിച്ച് കരയുന്ന കുഞ്ഞിനെ പോലെ ബാഹിലി കരഞ്ഞു പറഞ്ഞു, നബിയെ പറയരുത് നബിയെ, സമ്മതം നൽകണേ എന്ന് വാവിട്ട് കരയമ്പ നബിതങ്ങൾ പറയുകയാണോ, എങ്കിൽ സുംയൗമാ, എല്ലാ അറബി മാസം ഒരു സുന്നത്ത് നോമ്പെടുത്തോ, അതിന് മാത്രം സമ്മതം തരാൻ, ബാക്കി 29 ദിവസം നോമ്പ് വേണ്ട. അപ്പോഴേക്ക് ബാഹിലി വീണ്ടും കരഞ്ഞ് നബിതങ്ങളോട് പറയുന്നത്, സിദിനീ
പോരെ നബിയേ, പോരെ നബിയേ, പോരെ നബിയേ, ഇനിയും എനിക്ക് അധികരിപ്പിക്കണേ എന്ന് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞു, എന്നാ നീ 2 നോമ്പെടുത്തോ, എല്ലാ മാസവും 2 നോമ്പെടുത്തോ. ഇത് പറഞ്ഞപ്പോഴും ബാഹിർ നബി തങ്ങളെ കൈ പിടിച്ച് പൊട്ടുകയാണ്. നബിയേ, പോരാ പോരാ, 2 എണ്ണം പോരാ, ഇനിയും വേണമെന്ന് പറയുമ്പോ നബി തങ്ങൾ പിന്നെ പറയുകയാണ്, എങ്കിൽ സുംസലാസ, 3 നോമ്പെടുത്തോ. നോക്കണം നിങ്ങൾ, നബി തങ്ങൾ ബാഹിലിയെ ഇറക്കി കൊണ്ടുവരികയാ. നമ്മളൊക്കെ ഒരു സുന്നത്ത് നോമ്പെടുക്കാൻ ഖതീബുമാർ എന്തൊക്കെ പറഞ്ഞു ഉയർത്തി കൊണ്ടുവരണം. നമ്മള് നോമ്പിനോട് അത്ര വലിയ ബന്ധമുള്ളത് കൊണ്ടാണ് ബഖിലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോ എന്തിനാണ് ഈ നോമ്പെന്നറിയണോ? സുബ്ഹാനല്ലാഹ്, റബ്ബിലേക്കടുത്ത മുഴുവൻ മഹാന്മാരും സൂഫിയാക്കളും ആധ്യാത്മിക രംഗത്തെ ചക്രവർത്തികളോ റബ്ബിലേക്കടുക്കാൻ സ്വീകരിച്ച ഏറ്റവും വലിയ വഴി പകൽ മുഴുവനും നോമ്പെടുക്കലായിരുന്നു. എങ്കിൽ ഞാൻ പറയട്ടെ, തിങ്കളും വ്യാഴവും നോമ്പ് സുന്നത്തുണ്ടല്ലോ. മുഹറം 9, 10 അറഫാ നോമ്പും എല്ലാ മാസവും വെളുത്തവാവ് 13, 14, 15, കറുത്തവാവ് 28, 29, 30 നോമ്പ് സുന്നത്താണ്. ഞാനോ നിങ്ങളോ എടുക്കാറുണ്ടോ? തിങ്കൾ സുന്നത്ത് നോമ്പുള്ളവരുണ്ടോ? വ്യാഴാഴ്ച സുന്നത്ത് നോമ്പെടുക്കുന്നവരുണ്ടോ? എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെയാണ് മുൻഗാമികൾക്കുണ്ടായിരുന്ന താല്പര്യം ഓർക്കേണ്ടത്. എന്നാ റമളാൻ വന്നാലെങ്കിലും ആത്മീയമായ വലിയ ചൈതന്യത്തോടെ നോമ്പിനെ സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. ലൗ തഅല്ലമ ഉമ്മതി മാ ഫീ റമളാൻ, എടോ റമളാന്റെ പുണ്യങ്ങളും മഹത്വങ്ങളും നിങ്ങളെങ്ങാനും മനസ്സിലാക്കിയാൽ, എന്റെ ഉമ്മത്ത് തിരിച്ചറിഞ്ഞാൽ, ലതമന്നൗ അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ, ഒരു കൊല്ലം മുഴുവനും 365 ദിവസവും 12 മാസം റബ്ബേ റമളാനാകണേ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു കൊല്ലം മുഴുവനും നോമ്പാകണമെന്ന് ആഗ്രഹിക്കും, റമളാനാകണേ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നോമ്പ് ഭയങ്കര സംഗതി ആയതുകൊണ്ടാണ് റമളാൻ മാസത്തിന് പുണ്യം എന്നല്ല മനസ്സിലാക്കേണ്ടത്. നോമ്പ് റമളാനിലായതുകൊണ്ടാണ് റമളാന് പുണ്യം എന്നതല്ല. പിന്നെ റമളാൻ വലിയ മഹത്വം ആയതുകൊണ്ടാണ് നോമ്പിന് അല്ലാഹ് റമളാനിൽ വെച്ചത്. ഈ റമളാനിന് പണ്ടേ പുണ്യ മഹത്വമുണ്ട്. നോമ്പില്ലെങ്കിലും റമളാന് മഹത്വമാണ്. ഈ റമളാന്റെ മാസത്തിന്റെ പുണ്യം കൊണ്ടാണ് നോമ്പിനെ അല്ലാഹ് അവിടെ വെച്ചത്. അല്ലാതെ നോമ്പിന്റെ മഹത്വം കൊണ്ട് റമളാന് പുണ്യം കിട്ടിയതല്ല. റമളാന്റെ മഹത്വം കൊണ്ട് നോമ്പിന് മഹത്വം കിട്ടിയതാണ്. നോമ്പില്ലെങ്കിലും റമളാൻ മാസത്തിൽ പകൽ നിയ്യത്ത് മറന്നുപോയി പകൽ നോമ്പുകാരനെ പോലെ പെരുമാറണം. റമളാനിൽ പ്രായപൂർത്തിയെത്തി ഏത് മതക്കാരനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും അവർക്ക് മുസ്ലിമായ മനുഷ്യൻ തിന്നാനും കുടിക്കാനും ഭക്ഷണം വെള്ളം കൊടുക്കൽ ഹറാമാണ്. കാരണം ഈ സമയത്തിന്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയമുള്ള സമയമാണ് പരിശുദ്ധമായ റമളാൻ. അള്ളാഹു റമളാന്റെ ഹുർമത്ത് ലഭിച്ചവരിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇന്ന് പ്രത്യേകിച്ച് റമളാന്റെ മഹത്വങ്ങളും പുണ്യങ്ങളൊക്കെ എന്നും പ്രസംഗിച്ച് കേൾക്കാറുള്ള ഒന്നാ. പക്ഷേ നിബിധങ്ങൾ റമളാൻ പ്രമാണിച്ച് റമളാന്റെ മുന്നൊരുക്കമായിട്ട് കൊടുക്കുന്ന ഒരു ഉപദേശം ഉണ്ടല്ലോ, അത് മാത്രം ഇന്ന് ഞാൻ സംസാരിച്ചെന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. അഖ്ലിസൂ നിയ്യത്തക്കും, നിങ്ങളെ നിയ്യത്ത് നന്നാക്കുക. നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മങ്ങളും അള്ളാഹുവിന്റെ പക്കൽ വലിയ പുണ്യം പ്രതിഫലം കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മുടെ നിയ്യത്ത് നന്നാക്കലാണ്. നമുക്ക് ബഹുമാനപ്പെട്ട മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, ഏത് സംഗതിയും നിയ്യത്ത് നന്നാക്കി ചെയ്യുക. പ്രത്യേകിച്ച് വിശുദ്ധ റമളാനിൽ നമ്മൾ എന്തൊക്കെ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്യും, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. പക്ഷേ നമുക്ക് പലപ്പോഴും നമ്മുടെ നിയ്യത്തിൽ ശിർക്ക് വരും. പരിശുദ്ധ ഖുർആൻ അൽ-കഹ്ഫ് അവസാനം പറയണം എന്താ? അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, നിങ്ങൾ ശിർക്ക് വെക്കരുത്. നാലാള് കാണണം, കേൾക്കണം, അറിയണമെന്ന ചെറിയൊരു ചിന്ത മനസ്സിലുണ്ടായാൽ അള്ളാഹനെ കാണാനും റബ്ബിനെ നേരിട്ട് കാണാൻ നിങ്ങൾക്കുള്ള അവസരം തരൂല എന്ന് പറയുമ്പോ, പ്രിയമുള്ള മൂമിനെ, ഒരു പാവപ്പെട്ട സാധു
പിന്നെ നീ 10 രൂപ കൊടുക്കുമ്പോ വീട്ടിലേക്ക് കയറി വന്ന ഒരു ഫക്കീറിന് നീ 100 രൂപ കൊടുക്കുമ്പോ എടാ അത് തോമസും കൊടുക്കും 100 രൂപ, രാമനും കൊടുക്കും, സീതയും കൊടുക്കും, അതുപോലെ ഏത് മതക്കാരനും കൊടുക്കും. അതുപോലെയാകരുത് നീ കൊടുക്കുന്നത്. നീ കൊടുക്കുന്നതിന് കൂലി വേണോ? എങ്കിൽ നിന്റെ മനസ്സിലൊരു നിയ്യത്ത് വേണം. അല്ലാ, ഞാനിത് കൊടുക്കുന്നത് പരലോകത്തിൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടിയാണ്. ഇബാദത്താണ്, സുന്നത്താണ്, നബിയും പുണ്യപ്രവാചകനും അള്ളാഹുവും പഠിപ്പിച്ചതാണല്ലോ എന്നൊക്കെ ഓട്ടോമാറ്റിക്കലി നിന്റെ ഹൃദയത്തിൽ നീ നിയ്യത്ത് വരണം. എങ്കിലേ കൂലിയുള്ളൂ. അല്ലാതെ നിന്നോട് യാചിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട രോഗി കൈ നീട്ടുമ്പോൾ സ്വാഭാവികമായും ഒരു സഹതാപം നമ്മുടെ മനസ്സിലുണ്ടാകും. അത് ഹിന്ദുവിനുമുണ്ട്, ക്രിസ്ത്യാനിക്കുമുണ്ട്, മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഒരു സഹതാപമുണ്ട്. അതുപോലെ കേവലം സഹതാപ തരംഗം കൊണ്ടോ സഹതാപ ബോധം കൊണ്ടോ ആണ് നീയും കൊടുത്തതെങ്കിൽ നിനക്ക് പരലോകത്തിനൊന്നും ഒന്നുമില്ല. അതുകൊണ്ട് ഏത് സമയത്തും നെയ്യത്തുണ്ടാകണം. അതല്ലേ ശഅബാൻ വരുമ്പോഴേക്ക് അല്ലാഹുവിന്റെ നബി തങ്ങൾ സ്വഹാബികൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്, നിങ്ങൾ നിയ്യത്ത് നന്നാക്കണേ. എല്ലാ ഹദീസിന്റെ കിതാബുകളും തുടങ്ങുന്ന ഒന്നാമത്തെ ഹദീസ് ഏതാണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്ത് കൊണ്ടാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അത് പറയുമ്പോ ഒരു ചെറിയ ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് എന്റെ അനുഭവം പറയുകയാണ്. ഏകദേശം 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു കല്യാണത്തിന് പങ്കെടുക്കുകയാണ്. കുടുംബസമേതം ഞാൻ ആ കല്യാണത്തിന് ചെന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ അടുത്തിരിക്കുന്ന മറ്റൊരുത്തനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെന്നാ വന്നത്? ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്ത് ഇന്ന് ആ കല്യാണത്തിന് വണ്ടി വിളിച്ചു വന്നതാണ്. ഇത്രയൊക്കെ ദൂരെ നിന്ന് വണ്ടിക്കാരനെ കൂട്ടി വന്നതെന്തിനാണ്? അപ്പോഴാണ് പറയുന്നു, ദൂരെ നിന്ന് വന്നാലും ഞാൻ കല്യാണത്തിനിറങ്ങുമ്പോ നിയ്യത്ത് വെച്ചു, എന്നെ ക്ഷണിച്ചതിന് ഞാൻ ക്ഷണം സ്വീകരിക്കൽ സുന്നത്താണല്ലോ. മുഅ്മിനെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ ഇബാദത്താ, സുന്നത്താ. അതിന്റെ കൂലി കിട്ടണം. ക്ഷണം സ്വീകരിക്കൽ എന്ന ഇബാദത്ത് എന്ന നിയ്യത്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് വന്നത്. പിന്നെ ഇത് എന്റെ കുടുംബക്കാരാണ്. ഇവിടെ ഞാൻ കല്യാണത്തിന് വന്നാൽ കുടുംബബന്ധം ചേർക്കലാകുമല്ലോ. അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കണമെന്ന നിയ്യത്തും എനിക്കുണ്ട് എന്ന് പറയുമ്പോ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാനും ആ കല്യാണത്തിന് വന്നതാ, പക്ഷേ സ്വാദിഷ്ടമായ ബിരിയാണി തിന്നു എന്നല്ലാതെ ആഖിറത്തിലേക്ക് ആ കല്യാണത്തിന് വന്നതുകൊണ്ട് എനിക്കൊരു ചുക്കും അള്ള തരൂല. നേരെ മറിച്ച് കല്യാണത്തിന് പോകുമ്പോൾ അത് ക്ഷണം സ്വീകരിക്കലാണ്, ഇബാദത്താണ്, സുന്നത്താണ്, കുടുംബബന്ധം ചേർക്കലാണ്, സ്നേഹബന്ധം കൂട്ടലാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൂലി കിട്ടണം എന്നൊക്കെ ഒരു കരുത്തെനിക്കുണ്ടെങ്കിൽ അപ്പോഴേ കല്യാണത്തിന് പോയതിന് പുണ്യമുള്ളൂ മുഅ്മിനീങ്ങളെ. അല്ലെങ്കിൽ മതമില്ലാത്തവനും കല്യാണത്തിന് വരുന്നവനുണ്ടല്ലോ. തോമസും ജോൺസണും രാഘവനും കല്യാണത്തിന് വരുന്നുവല്ലോ. അതുപോലെയാകരുത് മുഹമ്മദും സുലൈമാനും ബഷീറും പോകുന്നത്. മുഅ്മിനിന്റെ ഏത് കർമ്മത്തിനും നിയ്യത്ത് വേണം. അതെങ്ങനെ ഉസ്താദ് എന്ന് ചോദിക്കണ്ട. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹൃദയത്തിൽ നമ്മൾ അങ്ങ് ശരിക്കും ലയിച്ചു ചേർന്നാൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും മനസ്സിൽ വരും. നാവ് കൊണ്ട് നിയ്യത്ത് നാവ് കൊണ്ട് പറയണമെന്നില്ലല്ലോ. ഈ അടുത്ത് ഞാൻ പരിചയപ്പെട്ട ഒരു ഉസ്താദ് എന്നോട് പറയുകയാണ്, എനിക്ക് ഞാൻ ഏത് സംഗതി ചെയ്യുമ്പോഴും നിയ്യത്ത് വെക്കാറുണ്ട്. എത്രത്തോളം ഒരു കുട്ടിയെ മദ്രസയിൽ അടിക്കുമ്പോൾ ആ സമയം വരെ ഞാൻ നിയ്യത്ത് വെക്കാറുണ്ട്, ഈ കുട്ടിയെ അടിക്കുന്നത് അതത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ കൂടി നിങ്ങളൊക്കെ പല നിലക്കും സംഭാവന കൊടുക്കും, പക്ഷേ അള്ളാന്റെ ഭാഗത്ത് ഇന്ന് കൂലി കിട്ടണമെങ്കിൽ നിയ്യത്തുണ്ടാകണം. ഞാൻ പറയട്ടെ, എത്ര വീട്ടുകാർ പെണ്ണുങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പല മാമൂലുകളാണ്. ഒരു കുടിരിക്കലുണ്ട്,
ഹൗസ് വാമിങ്ങിന് വിളിച്ചാൽ, വീട് താമസത്തിന് വിളിച്ചാൽ, അലമാറയും കട്ടിലും നമ്മൾ കൊടുക്കുമ്പോ എന്തെങ്കിലും ഒരു കുക്കറോ ഫ്ലാസ്കോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മൾ പ്രസന്റേഷൻ കൊടുക്കുമ്പോ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുള്ളതെന്താ? എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ, അവരിങ്ങോട്ട് മറ്റത് തന്നതാണല്ലോ, ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നാണക്കേടാകുമല്ലോ, ഇങ്ങോട്ട് വന്ന് വിളിച്ച സ്ഥിതിക്ക് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ, നമ്മൾ ഇത്ര വലിയ വീടും വെച്ച് പണക്കാരായ വലിയ വണ്ടിയിൽക്കൊക്കെ കഴിയുമ്പോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്താ നമ്മളെ കുറിച്ച് കരുതുക? അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് കരുതിയിട്ട് കൊടുത്താൽ അള്ളാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിഫലവും അതിനില്ല. അതുപോലെ നമ്മൾ ഒരു പാവപ്പെട്ടവനല്ലേ, ഇവിടെ വന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലെങ്കിൽ മോശല്ലേ എന്ന് കരുതിയിട്ടും കൊടുക്കരുത്. എന്ത് കൊടുത്താലും റബ്ബിന്റെ ഭാഗത്ത് നിന്ന് കൂലി കിട്ടണമെന്ന് നിയ്യത്താകണം. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ, ഒരു കുഞ്ഞിന്റെ മുടി കളച്ചിലിന് ചെന്നാൽ മോതിരമോ വളയോ ഇട്ട് കൊടുത്താലും, നിങ്ങളെന്ത് സമ്മാനം കൊടുത്താലും, കല്യാണത്തിന് വളയോ മോതിരമോ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിൽ മോശല്ലേ എന്ന് കരുതരുത്. കല്യാണം കഴിഞ്ഞ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അമ്മായി നമുക്ക് പോരായ്മയാണ്, അല്ലെങ്കിൽ നമുക്കൊരു കുറച്ചിലാണ് എന്നുള്ള നിലയ്ക്ക് പണ്ടാരടങ്ങി കൊടുക്കുകയാണ്. ഇതിന് പരലോകത്തു നിന്ന് കൂലിയില്ല. ഏത് സംഗതിക്കും നീയത്താണ് പ്രധാനം. ഉദ്ദേശശുദ്ധി നശിച്ചതെല്ലാം പൊള്ളയാ, പൊൻകട്ടിയെന്നാൽ തന്നെയും മൺകട്ടയാ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറയുകയാ, ഉദ്ദേശശുദ്ധി നശിച്ചതെല്ലാം പൊള്ളയാ, പൊൻകട്ടിയെന്നാൽ തന്നെയും മൺകട്ടയാ. ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫയായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അറിയോ നിങ്ങൾക്ക്, അദ്ദേഹത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ കഠിന ശത്രുവത കാഫിറായ മുശ്രിക്കായ ഒരു കൊടിയ ശത്രുവിനോട് യുദ്ധത്തിൽ മുഖാമുഖം കാണുകയാ. അലിയാരൂരി പിടിച്ച വാളുമായി, മൂർച്ചയേറിയ വാളുകൊണ്ട് ആ ശത്രുവിനെ കൊല്ലാനും വെട്ടാനും ഓങ്ങുമ്പോഴേക്ക് ആ ശത്രു കാർക്കിച്ച് കഫം പുറത്തെടുത്തിട്ട് അലിയാരെ മുഖത്തേക്ക് തുപ്പി. അപ്പോഴേക്കലിയാറ് വാൾ ഉറയിലിടുകയാ. പിന്നെ അയാളെ വെട്ടുന്നില്ല, കൊല്ലുന്നില്ല. ഇത് കാണുന്ന സ്വഹാബികൾക്ക് അത്ഭുതമാവുകയാണ്. അലിയാരെ, നിങ്ങൾ എന്ത് പണിയാ? നിങ്ങളുടെ ധൈര്യം ചോർന്നു പോയോ? നിങ്ങളുടെ ധൈര്യം തകർന്നു പോയോ? നിങ്ങളാ ശത്രുവിനെ വെട്ടാനും കൊല്ലാനും വാള് പൊന്തിക്കുമ്പോ നിങ്ങളുടെ മുഖത്തേക്ക് അയാൾ തുപ്പിയപ്പോഴേക്ക് നിങ്ങൾ വാൾ ഉറയിലേക്കിട്ടല്ലോ. അപ്പോഴാ അലിയാറ് കൊടുക്കുന്ന മറുപടി, ഫവല്ലാ, ഞാൻ അയാളെ കൊല്ലാ വാൾ ഉയർത്തിയത് ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് കൂലി കിട്ടുന്ന ജിഹാദിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അന്നേരം അയാളെന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോ എനിക്ക് അയാളോട് വൈരാഗ്യം വന്നു, ദേഷ്യം വന്നു. പിന്നെ ഞാൻ അയാളെ വെട്ടുമ്പോ വെട്ടുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യത്തിന് എന്റെ മുഖത്ത് തുപ്പിയതിന്റെ വൈരാഗ്യമെന്ന ചിന്തയും ആ നീയത്തുമാകുമ്പോ അള്ളാന്റെ കോടതിയിൽ ഞാൻ ചോദിക്കപ്പെടുമല്ലോ. നീയത്ത് നന്നായിട്ടില്ലല്ലോ, ഉദ്ദേശശുദ്ധി ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വാള് വേഗം ഉറയിലിട്ടതാണ്. മുഖത്തേക്ക് തുപ്പുമ്പോ വെട്ടിയാൽ ഇതിന്റെ പ്രതികാരം വീട്ടലാകുമോ എന്ന് ഭയന്നുകൊണ്ട് ചെയ്തില്ല. ഇവിടെയാണ് ഏത് സംഗതിക്കും സംഘടന പ്രവർത്തനാണെങ്കിലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, സയ്യിദ് ഐദുറൂസ് ഉസ്താദ്, ബഹുമാനപ്പെട്ട അത്തരത്തിലുള്ള പണ്ഡിതന്മാർ ഏതും നല്ല നിയ്യത്ത് നന്നാക്കിയാ പ്രവർത്തിച്ചിരുന്നത്. സംഘടനാ പ്രവർത്തനമാണോ രാഷ്ട്രീയ പ്രവർത്തനമാണോ, അതിനെല്ലാം നിയ്യത്ത് നന്നായാൽ കൂലിയുണ്ട്. നിയ്യത്ത് നന്നാ എങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ. നിയ്യത്ത് നന്നാ എങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ.
അതുകൊണ്ട് റമളാൻ കടന്നു വരുമ്പോ നബി തങ്ങൾ കൊടുക്കുന്ന ഉപദേശം അതാണ്. ഈ സദസ്സിലുള്ള ആണുങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങൾക്കും ഇന്നെനിക്ക് നൽകാനുള്ള ഉപദേശം അതാണ്. അഖ്ലിസൂ നിയ്യതകും. അറിയുമോ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ചരിത്രമുണ്ട്. എന്താ ചരിത്രമെന്നറിയണോ? ഏറ്റവും വലിയ കൂലി കിട്ടുന്ന സ്വതക്ക രഹസ്യമായ സ്വതക്കയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. നാല് അർശിന്റെ നിഴൽ കിട്ടുന്ന 7 വിഭാഗത്തിലൊരു വിഭാഗം രഹസ്യമായി സ്വതക്ക കൊടുത്തവരാണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് കണ്ണ് കാണാത്ത അന്ധന്മാരെ തെരഞ്ഞു പിടിച്ച് സ്വതക്ക കൊടുക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. കിട്ടിയ കണ്ണ് പൊട്ടനറിയൂലല്ലോ ആരാണിത് നൽകിയതെന്ന്. അതുപോലെ കടന്നുറങ്ങുന്ന കൂർക്കം വലിച്ച് കടന്നുറങ്ങുന്ന പാവപ്പെട്ട ഫക്കീറന്മാരെ ഭാണ്ഡത്തിന്റെ അരികെ ചെന്ന് അവരെ മുണ്ടിലും അവരെ ഷാളിലും അവരെ വിരിപ്പിലും പണം വെച്ച് അവർ ഉറങ്ങുമ്പോ കെട്ടിക്കൊടുത്തിട്ട് പോരുന്ന സമ്പന്നന്മാരുണ്ടായിരുന്നു. ആരാണ് കൊടുത്തത് എന്ന് ഫക്കീറിനറിയൂല. ഏറ്റവും വലിയ കൂലി അത് തന്നെയാ. അതാണ് രഹസ്യമായ സ്വതക്ക എന്ന് പറയുന്നത്. പഴയകാലത്ത് പള്ളി ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങള് ചായയും കടിയുമൊക്കെ വാങ്ങുന്ന ഹോട്ടലിന്റെ ബില്ലടക്കുന്ന ചില മുത്തഖീങ്ങള് ഉണ്ടായിരുന്നു. ആരാണ് ബില്ലടച്ചത് എന്ന് ഉസ്താദിനോട് പറയൂല. അതാരോ അടച്ചു പോയി എന്ന് ഹോട്ടലുകാര് പറയും. ഏറ്റവും വലിയ പുണ്യം കിട്ടുന്നത് ഇത്തരം രഹസ്യമുള്ള സ്വതക്കക്കാണ്. റമളാനിൽ ഒരു 5000 ഉറുപ്പികന്റെ റിലീഫ് നടത്തുമ്പോ 10,000ന്റെ പരസ്യം കൊടുക്കുന്നവരുണ്ട്. പത്രത്തിൽ പരസ്യം കൊടുക്കാൻ, വീഡിയോ ക്യാമറക്കാരന് കൊടുക്കാൻ, അതുപോലെ തന്നെ നോട്ടീസ് ഒട്ടിക്കാനും അതുപോലെ പരസ്യം ചെയ്യാനും ഫ്ലക്സ് ബോർഡ് വെക്കാനും 10,000 ചെലവഴിക്കുമ്പോ ഉദ്ദേശം നശിക്കാൻ പാടില്ല. അതല്ലേ പറയുന്നത്, ഉദ്ദേശശുദ്ധി നശിച്ചതെല്ലാം പൊള്ളയാ. പൊൻകട്ടി എന്നാൽ തന്നെയും മാൻകട്ടയാ. വിധങ്ങൾ പഠിപ്പിച്ചൊരു ചരിത്രം ഞാൻ പറയട്ടെ. ഏറ്റവും വലിയ സ്വതക്ക രഹസ്യമായ സ്വതക്കാണല്ലോ. അപ്പോ ബനു ഇസ്രായേലിൽ പെട്ട ഒരു വ്യക്തി ധാരാളം കൂലി കിട്ടാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, ഞാൻ രഹസ്യമായി ഇന്ന് സ്വതക്ക കൊടുക്കുന്നതാണ്. പകലിൽ കൊടുക്കുമ്പോ എല്ലാവരും കാണുമല്ലോ, എല്ലാവരും അറിയുമല്ലോ, കിട്ടിയവർക്കും ഞാനാണ് കൊടുത്തത് എന്നറിയുമല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇരുട്ടായാൽ വൈകുന്നേരമായ സന്ധ്യയായാൽ ഞാൻ ഇന്ന് സ്വതക്ക നൽകും. രഹസ്യമായ സ്വതക്കയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സുബ്ഹാനല്ലാഹ് ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് രാത്രി ഇദ്ദേഹം കുറച്ച് സ്വർണ്ണം വെള്ളിയും ഒക്കെ സഞ്ചിയിലാക്കിയിട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് ഏതോ വഴിയിൽ കണ്ട ഒരു ഫക്കീറിന് സ്വതക്ക കൊടുക്കുകയാണ്. ആരും അറിയാത്ത രഹസ്യമായ സ്വതക്കന്റെ കൂലി കിട്ടാൻ രാത്രി ഇരുട്ടത്ത് പുറത്തേക്ക് ഇറങ്ങി സ്വതക്ക കൊടുക്കുമ്പോ പിറ്റേ ദിവസം നാട്ടിലാകെ വാർത്ത പരക്കുകയാണ്. ഈ കിട്ടിയ സ്വതക്ക ആരുടെ കയ്യിലാ കിട്ടിയതെന്നോ ആ രാജ്യത്തെ ഏറ്റവും വലിയ കൊള്ളക്കാരനായിരുന്നു. തമ്മാടിയായ ഒരു കള്ളന്റെ കയ്യിലാണ്. ആളുകൾ പറയാൻ തുടങ്ങി, ഈ സ്വതക്ക കൊടുത്തവൻ എന്ത് പണിയാ ചെയ്തത്? ഇവിടെ എത്ര രോഗികളുണ്ട്, എത്ര പാവങ്ങളുണ്ട്. ഈ ഒരു വലിയ ഒരു കൊള്ളക്കാരനാണോ രാത്രി സ്വതക്ക കൊടുത്തത്? അയാൾ എന്ത് വലിയ മോശക്കാരനാ, എത്ര പാവങ്ങളുണ്ട്, എന്നിട്ട് ഈ കൊള്ളക്കാരന്റെ കയ്യിൽ കൊടുത്തല്ലോ. സ്വതക്ക കൊടുത്ത മുത്തഖിയായ മനുഷ്യന്റെ സങ്കടം വന്നു. അല്ലാ, കൊള്ളക്കാരന് കൊടുക്കണമെന്ന നീയത്ത് എനിക്കില്ല, രഹസ്യമായ സ്വതക്കയാകണം എന്ന നീയത്ത് എനിക്കുള്ളൂ. രാത്രിയാകും ആരും കാണാതെ കൊടുക്കാമല്ലോ, അപ്പോൾ കൂടുതൽ കൂലി കിട്ടുമെന്ന ചിന്ത എനിക്കുള്ളൂ. പക്ഷേ അത് കൊള്ളക്കാരന്റെ കയ്യിൽ വന്നത് എന്റെ യാതൊരു കഴിയുമല്ല, അത് എന്റെ യാതൊരു പങ്കും അതിലില്ലല്ലോ. ഏതാവട്ടെ ഇന്ന് രാത്രി ഞാൻ വേറെ സ്വതക്ക കൊടുക്കും. അങ്ങനെ രണ്ടാമത്തെ ദിവസവും കുറെ പണം സഞ്ചിയിലാക്കിയിട്ട് രാത്രി പുറത്തേക്കിറങ്ങി വഴിയിൽ കണ്ട ഒരു സാധുവാണെന്ന് കരുതിയവന് സ്വതക്ക കൈമാറുമ്പോ പിറ്റേ ദിവസം നാട്ടിലാകെ വാർത്ത പരക്കുകയാണ്. തുസുദ്ധിക്കാര്
ഗനിയ്യും ബഖീൽ. ആ രാജ്യത്തെ ഏറ്റവും വലിയ അറുപിശുക്കനായ തമ്മാടിയായ ഒരു കോടീശ്വരന്റെ കയ്യിലാണത് പെട്ടത്. ആളുകൾ പറയാൻ തുടങ്ങി, ഇവനെന്ത് സ്വതക്ക് കൊടുക്കുന്നവനാണ്, ഇന്നലെ കള്ളന് കൊടുത്തു, ഇന്നൊരു കോടീശ്വരനായ പിശുക്കനായ സമ്പന്നന് കൊടുത്തു. എത്ര പാവങ്ങളുണ്ട്, ഈ സമ്പന്നനാണല്ലോ കൊടുത്തത്. ഇതറിഞ്ഞപ്പോഴും ഈ സ്വതക്ക് കൊടുത്ത ആള് വിരുമ്പി, ഹൃദയത്തിൽ സങ്കടം വന്നു. അയാൾ പറഞ്ഞു, അല്ലാ പെട്ടുപോയി, ഇന്നലെയും ഞാൻ സ്വതക്ക് കൊടുക്കുമ്പോ എന്റെ മനസ്സിന് ആരും അറിയാതെ കൊടുക്കണമെന്നതായിരുന്നു. അതൊരു പിശുക്കനായ സമ്പന്നന്റെ കയ്യിൽ പെട്ടതിന് ഞാൻ എന്ത് ചെയ്യും? ഏതാവട്ടെ, ഇന്ന് ഞാൻ വേറെ സ്വതക്ക് കൊടുക്കും. മൂന്നാമത്തെ ദിവസവും പണം സഞ്ചിയിലാക്കി പുറത്തേക്കിറങ്ങി. ഒരു പാവപ്പെട്ട പെണ്ണിനെ കാണുമ്പോ ഈ സ്വതക്കയങ്ങ് കൊടുത്തു. പിറ്റേ ദിവസം കാട്ടുതീ പോലെ നാട് മുഴുവനും പരക്കുകയാ. തുസുദ്ദിക്കാലാസാനിയാ, പച്ചമാംസ കച്ചവടം നടത്തുന്ന ഏറ്റവും വലിയ ഒരു വേശ്യപ്പെണ്ണിന്റെ കയ്യിൽ സ്വതക കിട്ടിയിട്ടുണ്ട്. ഈ വേശ്യപ്പെണ്ണിനാണ് ഇദ്ദേഹം കൊടുത്ത സ്വതക ലഭിച്ചത്. ഇദ്ദേഹം മനസ്സ് തകർന്നു. അല്ലാ, ഇന്നലെ ഞാൻ കൊടുത്തത് വേശ്യന്റെ കയ്യിലെ എന്ത് ചെയ്യാനാ? അങ്ങനെ മനസ്സാകെ തകർന്നുകൊണ്ട് സങ്കടപ്പെട്ട് വ്യസനിച്ചുകൊണ്ട് കടന്നുറങ്ങുമ്പോ അല്ലാഹു ദൂതനെ പറഞ്ഞേക്കുകയാ. ഒരു മലക്കിനെ പറഞ്ഞ് ഇദ്ദേഹത്തിനോട് സന്തോഷ വാർത്ത കൊടുക്കുന്നു. അബിശ്ർ, നീ കരയണ്ട, വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, വസനിക്കണ്ട, പ്രയാസപ്പെടണ്ട, സന്തോഷിക്കൂ. നിന്റെ സ്വതക്കക്ക് അല്ലാഹു 10 മടങ്ങ് കൂലി നൽകിയടാ. കാരണം നിന്റെ സ്വതക്ക ലഭിച്ച 1-ാമത്തെ ദിവസം കിട്ടിയ ആ കൊള്ളക്കാരന്റെ മനസ്സ് മാറി. കുറ്റബോധം കൊണ്ട് അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഒരു കൊള്ളക്കാരനാണ്, എനിക്കാണല്ലോ അയാളെ സ്വതക്ക നൽകിയത്. ഞാൻ ഇങ്ങനെ നടന്നാൻ പോരാ, ഇങ്ങനെ കട്ട് നടന്നാൻ പോരാ, ഇനി എനിക്ക് കക്കണ്ട, കൊള്ളയടിക്കണ്ട, ആരാന മുതലെടുക്കണ്ട. ഈ കിട്ടിയ ഈ സ്വർണം കൊണ്ടും ഈ പണം കൊണ്ട് ചെറിയ കച്ചവടം തുടങ്ങി ജീവിച്ചാൽ മതി എന്ന് കരുതിയിട്ട് അദ്ദേഹം കള്ളയടിക്കലും കക്കലും മാറ്റിയിട്ട് മുത്തഖിയായി മാറി. ഇങ്ങനൊരു മാറ്റത്തിന്റെ കാരണം നിങ്ങളെ സ്വതക്കയാണ്. കാരണം നിങ്ങളെ നീയത്ത് നന്നായതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ഉന്നതി നൽകി. 2-ാം ദിവസം നിങ്ങൾ കൊടുത്ത സ്വതക്ക് ഒരു വലിയ പിശുക്കനായ സമ്പന്നനാ. അയാളെ മനസ്സ് തകർന്നു, അയാൾക്ക് കുറ്റബോധം വന്നു, അയാളെ മനസ്സാക്ഷി ഉയർന്നു. ഞാനൊരു പണക്കാരനാണല്ലോ, സമ്പന്നനാണല്ലോ, എന്നിട്ട് ഞാനൊന്നും കൊടുക്കാതെ കെട്ടിവെക്കുകയാണല്ലോ. കണ്ടില്ലേ, എനിക്കാണല്ലോ ആ മനുഷ്യൻ സ്വതക്ക് നൽകിയത്, ഞാനും കൊടുക്കണമല്ലോ. അങ്ങനെ കൊടുക്കാനും ദാനം ചെയ്യാനും ഉള്ള മനസ്സ് വന്ന വലിയ സമ്പന്നൻ നല്ല ധർമ്മിഷ്ഠനായി മാറി. 3-ാമത്തെ ദിവസം സ്വതക്ക് കിട്ടിയ വേശ്യപ്പെണ്ണ് ചിന്തിച്ചു, ഞാൻ എന്താ തെറ്റ് ചെയ്യുന്നവളാ, എന്റെ കയ്യിലാണല്ലോ പടച്ചോനിത് എത്തിച്ചത്. ഇനി എനിക്കിങ്ങനെ നടന്നാൻ പോരാ, ഇനി എനിക്ക് പണത്തിന് വേണ്ടി മാംസം കച്ചവടം ചെയ്യണ്ട, ഈ പണം കൊണ്ട് ജീവിച്ചാൽ മതി എന്ന് കണ്ടെത്തിയിട്ട് തഖ്വയോടെ മനസ്സ് മാറി, മുത്തഖിയത്തായ തഖ്വയുള്ള പെണ്ണായി മാറി. കാരണം എന്താ? നിയത്ത് നന്നാ എങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ. നീയത്ത് നന്നായപ്പോ കൊള്ളക്കാരന് കിട്ടിയാലും വേശ്യക്ക് കിട്ടിയാലും പിശുക്കന് കിട്ടിയാലും അവരുടെ ജീവിതം മുഴുവനും അല്ലാഹു മാറ്റി കൊടുക്കുമ്പോ ഈ മനുഷ്യന് നീയത്ത് നല്ലതാണെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കണ്ടടാ. രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തോറ്റുപോയാലും എന്തിന് ടെൻഷൻ? നിന്റെ നീയത്തിലേക്ക് നോക്ക്. എപ്പോഴും നീയത്ത് നന്നാക്കണം. റമളാനാകുമ്പോ തറാവീഹാണെങ്കിലും നോമ്പാണെങ്കിലും ചിലപ്പോ സുബൈക്ക് പള്ളിക്ക് ജമാഅത്തിന് വരുന്ന പല കാരണന്മാരും അഭിപ്രായം പറയും. രാവിലെ മോർണിംഗ് വാക്കിംഗ് വേണം, രാവിലെ നടത്തം വേണം, വ്യായാമം വേണം, ഷുഗർ കൂടുതലാണ്, കൊളസ്ട്രോൾ കൂടുതലാ. രാവിലെ തന്നെ പള്ളിയേക്ക് നടക്കുമ്പോ അതൊരു വ്യായാമമാണ്, നല്ല നടത്തമാണ്. അങ്ങനെ ഒരു ചായയും കുടിച്ച് ഒരു കടയിൽ നിന്ന് വർത്തമാനൊക്കെ പറഞ്ഞ് പിരിയുമ്പോ രസമാണ്. ഈ ഒരു ടൈം പാസിംഗിന് വേണ്ടി സുബൈക്ക് പള്ളിയേക്ക് വന്നാല് അല്ലെങ്കിൽ വ്യായാമം എന്ന ഒരൊറ്റ കാര്യം കരുതി വന്നാല് ഫലാ
യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അതിന്റെ പുണ്യം പൂർണ്ണമായി കിട്ടുകയില്ല. ഇതുപോലെ മഗ്രിബിക്ക് പള്ളിക്ക് വരുന്ന പലരുടെയും മനസ്സിലുള്ള ഉദ്ദേശം എന്താണെന്നറിയോ? തേപ്പിന്റെ പണിയായിരിക്കും, സെൻട്രിങ്ങിന്റെ പണിയായിരിക്കും, ഏതെങ്കിലും ജോലിയിലായിരിക്കും. വൈകുന്നേരം ഒക്കെ ഫ്രീ ആവുകയാണ്. അപ്പൊ പള്ളിക്ക് ചെന്നാൽ ആളുകളെ, മനുഷ്യന്മാരെ കാണാമല്ലോ, കൂട്ടുകാരെ കാണാമല്ലോ, എല്ലാരും വർത്തമാനം പറഞ്ഞ കമ്പനിയാകാം. ഒരു ടൈം പാസിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ എല്ലാരും കണ്ടുമുട്ടാൻ വേണ്ടി അങ്ങാടി കറങ്ങണ പോലെ പള്ളിയേക്ക് വന്ന് എല്ലാവരെയും കണ്ടിട്ട് ടൈം പാസിങ്ങും അതുപോലെ തന്നെയുള്ള എൻജോയ്മെന്റിന് വേണ്ടി ജമാഅത്തിനെ കണ്ടാൽ കൂലിയില്ല. അതുകൊണ്ടല്ലേ റമദാൻ വരുമ്പോഴേക്ക് നബി തങ്ങളുടെ സ്വഹാബികളെ മനസ്സ് തട്ടുന്ന ഉപദേശം കൊടുത്തിരുന്നത്. റമദാനാ കടന്നു വരുന്നത്, അഖ്ലിസൂ നിയ്യത്തക്കും എന്ന നബിയുനാ റസൂലുള്ളാഹി നരകത്തിലേക്ക് ആദ്യം കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ യുദ്ധത്തിൽ ഷഹീദായവനെയാ. അപ്പ ചോദിക്കൂ, റബ്ബേ നിന്റെ മാർഗത്തിൽ ഞാൻ ഷഹീദായല്ലോ, എന്നെയാണോ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അതേടാ നിന്റെ ഉദ്ദേശ്യം, ഞാൻ വലിയ ധീരനാണ് എന്ന് പറയപ്പെടണമെന്ന് നിന്റെ മനസ്സിന്റെ ഏതോ കോണിലുണ്ടായിരുന്നു. രണ്ടാമത് നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്നത് ആരെന്നറിയണോ? ബിംബാരാധകനെയല്ല, കള്ളുകുടിയനെയല്ല, വ്യഭിചാരിയെയല്ല, ഏറ്റവും അധികം പള്ളിക്കും മദ്രസക്കും സ്വതക്ക കൊടുത്തവനാണ്, ദീനിന് സംഭാവന കൊടുത്തവരെയാണ്. അവരെ കൊണ്ടുവരുമ്പോ പറയും, അല്ലാ പള്ളിക്ക് ഞാൻ 2 ലക്ഷം കൊടുത്തല്ലോ, പള്ളിന്റെ ഫ്രണ്ട് ഡോർ ഞാനാ കൊടുത്തത്, മദ്രസക്കുള്ള ജനറേറ്റർ ഞാനാ കൊടുത്തത്, എന്നിട്ട് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ റബ്ബ് പറയുമ്പടാ, നീകാല ഇന്നക സഖിയുൻ, ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ്, നന്നായി കൊടുക്കണോനാണ് എന്ന ചിന്ത ജനങ്ങൾക്കൊക്കെ ഉണ്ടാകണമെന്ന ചെറിയൊരു മനസ്സിന്റെ നിനക്കുണ്ടായിരുന്നു. അത് ജനങ്ങൾക്ക് പറയും ചെയ്തു. ജനങ്ങളൊക്കെ നിന്നെ വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയും ചെയ്തു. നീ ചെയ്തതിന്റെ കൂലി ദുന്യാവെന്ന് കിട്ടിയിട്ടുണ്ട്, നിനക്ക് ഉദ്ദേശശുദ്ധിയില്ല എന്ന് പറഞ്ഞ് രണ്ടാമത് നരകത്തിലേക്ക് ഇടുന്നത് ഈ സ്വതക്ക കൊടുത്തവനെയാണ്. മൂന്നാമത് ആലിമിനെയാണ്. ഖുർആൻ പഠിച്ച, ദീൻ പഠിച്ച, പ്രസംഗിച്ച ആലിമിനെ. എന്റെ റബ്ബേ നിനക്ക് ഒരുപാട് ദീൻ ഞാൻ ദഅവത്ത് നടത്തിയല്ലോ, ഖുർആൻ പഠിച്ചല്ലോ, പ്രസംഗിച്ചല്ലോ, ഖുത്ബ ഓതിയല്ലോ, ദീൻ പഠിപ്പിച്ചല്ലോ, എന്നിട്ട് എന്റെ നരകത്തിലേക്ക് അല്ല പറയും, അതല്ല നീ വലിയ പണ്ഡിതനാണ്, നീ ശൈലിയുള്ളവനാണ്, നീ ഒരു പ്രഭാഷകനാണ് എന്ന് പറയപ്പെടണമെന്ന ചിന്ത നിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ആണുങ്ങളെ, പെണ്ണുങ്ങളെ, നമ്മുടെ ഉയർച്ചയുടെ മാനദണ്ഡം നീയത്താണ്. തൈമ ഉസ്താദ് എത്ര സരളമായി പറഞ്ഞു തന്നു. എന്ത് അകം ശുദ്ധിയാക്കാതെ പുറമേനു കണ്ട കക്കോസ കൊള്ളൊരു രീതി നീ എടുക്കണ്ട. കക്കൂസ് കാണാൻ എന്ത് ഭംഗിയാ, ക്ലോസറ്റ് കാണാൻ എന്ത് ഭംഗിയാണ്. ഒരു ചെറിയ കറുത്ത പുല്ല് വീണാൽ പെണ്ണുങ്ങൾ പല പല യോജന എടുത്തുകൊണ്ട് ആർപ്പിക്കെടുത്ത് വൃത്തിയാക്കാനും ശുദ്ധിയാക്കാനും മുമ്പിലുണ്ടാവും. കക്കൂസിൽ എന്ത് മാത്രം ഭംഗിയുള്ള സ്ക്വയർ ഫീറ്റിന് വലിയ വിലയുള്ള വലിയ ഡിജിറ്റൽ മോഡൽ വലിയ വലിയ ടൈലുകളാണ് പതിക്കുന്നത്. ഒരുപാട് വിലപിടിപ്പുള്ള ഗ്യാരണ്ടിയുള്ള പൈപ്പുകളാണ് കക്കൂസിലുള്ളത്. എന്തിനാ? ക്ലോസറ്റിന്റെ ഉള്ളില് വളരെ വൃത്തിഹീനമായ ചീഞ്ഞു നാറുന്ന മലമല്ലടാ. അതുകൊണ്ടകം ശുദ്ധിയാക്കാതെ പുറമേനു കണ്ട കക്കൂസ കൊള്ളൊരു രീതി നീ എടുക്കണ്ട. നാലാളെ മുമ്പിൽ സ്റ്റേജിലും നാലാളെ മുമ്പിൽ വലിയ വലിയ സ്ഥലങ്ങളില് പശമുക്കിയ കുപ്പായവും ധരിച്ച് ആളുകൾക്ക് മുമ്പിൽ ഷൈൻ ചെയ്യുമ്പോ നിന്റെ റബ്ബിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. തക്കുമയുള്ള മനസ്സ് നിനക്കുണ്ടോ? അതുകൊണ്ട് ആദ്യം ഞാനും നിങ്ങളും റമദാനിൽ കടക്കുമ്പോ ഈ തഖ്വയാ നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ഹജ്ജിനെ കുറിച്ച് പറയുമ്പോഴും ഖുർആൻ പറഞ്ഞത് തസവ്വദൂ, നിങ്ങൾ മക്കയിലേക്ക് കഅബാലയത്തിലേക്ക് ഹജ്ജിന് പോകുമ്പോ നിങ്ങൾ ഭക്ഷണം കൊണ്ടുപോകണം. തസവ്വദൂ, ഫുഡ് കൊണ്ടുപോകണം. അത് അച്ചാർ അല്ല, അവിടെ കഞ്ഞിയിൽ കൂട്ടാനുള്ള ഏതെങ്കിലും ഉപ്പേരിയല്ല, അവിടെ കഞ്ഞി വെച്ച് കുടിക്കാനുള്ള നെല്ലിന്റെ അരിയല്ല. ഫഇന്ന ഖൈറസ്സാദ്
ഇബാദി അത്തഖ്വാ. തഖ്വയാണ്. ഇനി നോമ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? നിങ്ങൾക്ക് നോമ്പ് തന്നത് നിങ്ങളെ ഷുഗർ കുറക്കാനല്ലടാ, പ്രഷർ കുറക്കാനോ വ്യായാമത്തിന് വേണ്ടിയോ ഒന്നുമല്ല. കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ലഅല്ലകും തഖ്വ എന്ന ചാലക ശക്തി ഉണ്ടാകാൻ വേണ്ടിയാണ്. ഏറ്റവും വലിയ നമ്മളെ നിയന്ത്രിക്കേണ്ട പവർ തഖ്വയാണ്. ഈ പ്രസംഗിക്കുന്ന ഞാൻ ആദ്യം എന്നോട് പറയുന്നു, എനിക്കും നിങ്ങൾക്കും പറ്റിയ അബദ്ധം അവിടെയാണ്. സുബ്ഹാനല്ലാഹ്, അറിവില്ലായ്മയല്ല, ബോധം കുറഞ്ഞുപോയി. പെണ്ണുങ്ങൾക്കറിയാഞ്ഞിട്ടാണോ പുറത്തേക്കിറങ്ങുമ്പോ തല മറക്കാത്തത്? മദ്രസയിൽ 5ഉം 7ഉം 10ഉം കഴിഞ്ഞവരല്ലയോ ശരീരത്തിനോട് ഒട്ടിച്ചേർന്ന ഡ്രസ്സ് ധരിച്ച് പുറത്തിറങ്ങുന്നത്? പണ്ഡിതന്മാരെ സയ്യിദന്മാരെ കുറ്റം പറയാൻ പാടില്ല എന്നറിയാത്തവരല്ലല്ലോ ഉലമാക്കളെ തെരുവിളിക്കുന്നത്. തഖ്വയില്ല, തഖ്വയാണ്. ഇതുണ്ടാകാനാണ് നോമ്പ് തന്നിരിക്കുന്നത്. ഹറാമ് കാണാനും സിനിമ കാണാനും സീരിയല് കാണാനും ആടാനും ചാടാനും ക്യാമ്പസുകളിൽ ചെന്ന് പ്രണയത്തിന്റെ മനസ്സല്ലാപത്തിന്റെ ലോകത്തേക്ക് നീങ്ങാനും എന്റെ പെൺകുട്ടികൾ തയ്യാറാകുന്നത് തഖ്വയില്ല. നോമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തഖ്വയാണ്. ഇനി എന്താ തഖ്വ എന്ന് നിങ്ങൾ പഠിക്കണം. ഒരിക്കൽ ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോ തൃശ്ശൂർ ആകാശവാണി ഡയറക്ടറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അയാൾ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുന്നത്, ഖുർആനിൽ നിന്ന് എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരേ ഒരു പദം തഖ്വ എന്ന പദമാണ്. അത് തോമസിനുണ്ടാകൂല, അത് കൃഷ്ണനുണ്ടാകൂല. പിന്നെയോ അവരെല്ലാം തെറ്റിനെ തൊട്ട് നിയന്ത്രിക്കുന്നത് ലജ്ജയാണ്. നമുക്ക് പടച്ചോൻ എന്റെ ഉമ്മ അറിഞ്ഞാല് നാട്ടുകാരറിഞ്ഞാൽ എന്ന ഒരു ലജ്ജയാണ്. എങ്കിൽ രാജാതിരാജനായ പടച്ച തമ്പുരാൻ അവൻ അറിയുമല്ലോ കാണുമല്ലോ എന്ന ചിന്ത, അതാണ് തഖ്വ. ഗീബത്ത് പറയുമ്പോ നമീമത്ത് പറയുമ്പോ നമ്മളെല്ലാം അല്ലാഹു കാണുന്നു എന്ന ചിന്ത വേണം. പ്രിയമുള്ള മനുഷ്യ, നിങ്ങൾക്കറിയുമോ, ഒരു ചെറിയ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. രക്തം തിളക്കുന്ന പ്രായം 24 വയസ്സുള്ള ഒരു സുന്ദരനായ ആരോഗ്യവാനായ യുവകോമളനായ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. എന്താണ് പേര് എന്നോ? മീർസാബാദ്. തഖ്വയ്ക്കൊരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. നമ്മളൊക്കെ പറയും സാഹചര്യം കൊണ്ട് ചെയ്ത് തെറ്റാണ്. ക്യാമ്പസിലാകുമ്പോ കോളേജിലാകുമ്പോ യൗവനത്തിന്റെ സമയത്തിന്റെ ദൗർബല്യം കൊണ്ട് സാഹചര്യം കൊണ്ട് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ന്യായീകരിച്ചേക്കാം. എങ്കിൽ ഞാൻ പറയുന്ന ചരിത്രം കേട്ടോ. 24 വയസ്സ് മാത്രം പ്രായമുള്ള ആരോഗ്യവാനായ മിർസാബാദ് റളിയല്ലാഹു അൻഹു, പേർഷ്യയിലാണ് സംഭവം. അന്ന് പേർഷ്യ ഭരിക്കുന്നത് സമ്പന്നയായ കോടീശ്വരിയായ ഒരു പെണ്ണാണ്. പേർഷ്യ ഭരിക്കുന്ന രാജ്ഞി സുന്ദരിയാണ്, സുമുഖയാണ്, പെണ്ണാണ് ഭരിക്കുന്നത്. മീർസാബാദ് എന്ന യുവകോമളന്റെ സൗന്ദര്യവും ആ ചെറുപ്പക്കാരന്റെ ഭംഗിയും കേട്ടറിഞ്ഞ ഈ രാജ്യം ഭരിക്കുന്ന രാജ്ഞി മീർസാബാദിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് കൊട്ടാരത്തിൽ അരമനയിൽ കടത്തി പട്ടുമത്തയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മീർസാബാദിനോട് പറയുന്നത്, ഞാൻ നിന്റെ കൊട്ടാരത്തിലേക്ക് നിന്നെ എന്തിനാ വിളിച്ചതെന്നറിയണോ? മീർസാബാദ് പറഞ്ഞു, അറിയില്ല. നീയാണ് ഇവിടത്തെ സമ്പന്ന ആരോഗ്യമുള്ളവൻ, നീയാണ് ഭംഗിയുള്ള സുന്ദരനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനാ വിളിച്ചതെന്നറിയണോ? ഇന്ന് രാത്രി എന്റെ കൂടെ പങ്കിടണം, ഇന്നെന്റെ കൂടെ കിടപ്പറ പങ്കിടാനാണ്. ഉടനെ മീർസാബാദ് എന്ന രക്തം തിളക്കുന്ന ചെറുപ്പക്കാരൻ ഈ രാജ്ഞിയുടെ പട്ടുമത്തയിൽ സിംഹാസനത്തിന് ആരാരും അറിയാതെ രഹസ്യമായി എല്ലാം അനുഭവിക്കാം. പക്ഷേ രാജാതിരാജനായ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പറഞ്ഞു, ഇത്തഖില്ലാഹ്
രാജ്ഞി അല്ലാഹു കാണുമല്ലോ, അല്ലാഹ് കേൾക്കും, അല്ലാഹ് അറിയുമല്ലോ. രാജ്ഞി പറഞ്ഞു, എന്നോട് വഅദ് പറയണ്ട, നീ തയ്യാറാകണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശിക്ഷിക്കും, പട്ടാളക്കാരെ കൊണ്ട് നിന്നെ മർദ്ദിക്കുമെന്ന് പറയുമ്പോ മിർസാബാദ് നിർബന്ധത്തിന് വഴങ്ങിയപ്പോ പറഞ്ഞു, എങ്കിൽ എനിക്കൊന്ന് ബാത്റൂമിൽ പോയി ഫ്രഷാകണം, ഒന്ന് കുളിച്ച് വൃത്തിയായി വരാം, അതിന് 10 മിനിറ്റ് സമ്മതിക്കണമെന്ന് പറഞ്ഞപ്പോ രാജ്ഞിക്ക് സന്തോഷമായി. മിർസാബാദിനെ ഫ്രഷാകാൻ വേണ്ടി ബാത്റൂമിലേക്ക് വിട്ടു. ഈ രാജ്ഞിയോ പെട്ടുമെത്തയിൽ വിരിച്ചുകൊണ്ട് കണ്ണിൽ സുറുമയിട്ട് ചുണ്ടു ചുവപ്പിച്ചുകൊണ്ട് കിടക്കുകയാണ്. മിർസാബാദ് പുറത്തേക്കിറങ്ങി മലമൂത്ര വിസർജനം നടത്തി. എന്നിട്ട് ദുർഗന്ധം വമിക്കുന്ന നജസ് മൂത്രവും കാഷ്ടവും തോണ്ടിയിട്ട് മുഖത്തും നെഞ്ചിലും തന്നെ നെറ്റിയിലും പുരട്ടി. മുഖത്താകെ മലം പുരട്ടി കൊട്ടാരത്തിൽ കിടന്നു. തന്നെ കാത്തു കിടക്കുന്ന രാജ്ഞിയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഞാൻ എവിടെയാ കിടക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ ഈ ചെറുപ്പക്കാരന്റെ മുഖത്തുനിന്ന് കാഷ്ടമാണ്, നജസാണ്. രാജ്ഞി പറഞ്ഞു, അന്ത മജ്നൂൻ, നീ രോഗമുണ്ടടാ, നിനക്ക് മാനസികമാണോ, നീ ഭ്രാന്തനാണോ, മുഖത്തൊക്കെ കാഷ്ടം നീ തേച്ചു വന്നതാണോ, പോടാ എന്ന് നാട്ടി പുറത്താക്കുമ്പോ സുബ്ഹാനല്ലാഹ്, രാജ്ഞി പറഞ്ഞത്, നിന്റെ ഭംഗിയും നിന്റെ നിറം തന്നെയുള്ളൂ, നീ പൊട്ടനാണ്, ഭ്രാന്തനാണ്. കാരണം എന്റെ മുഖം മുഴുവനും നജസാൻ. അന്നേരം മിർസാബാദ് കൊട്ടാരത്തിന്റെ പുറത്തേക്ക് പോയപ്പോ, ആട്ടി പുറത്താക്കപ്പെട്ടപ്പോ നദിയിൽ പോയി കുളിച്ചു വൃത്തിയായി 2 റക്അത്ത് നിസ്കരിച്ച് റബ്ബിനോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, പടച്ചോനെ, ഹറാം ചെയ്യാനെല്ലാ സാഹചര്യം ലഭിച്ചിട്ട് അതിൽ നിന്ന് വിട്ട് നിൽക്കാൻ, ഇങ്ങനെ നജസ് തേക്കാനും പുരട്ടാനും എന്നെ തോന്നിപ്പിച്ച റബ്ബേ, നിനക്ക് നന്ദി എന്ന് പറഞ്ഞ് കരയുമ്പോ, ഇതിന്റെ പേരാണ് തഖ്വ, ഇതിന്റെ പേരാണ് തഖ്വ. ഇതുണ്ടാകാനാണ് നോമ്പ് അല്ലാഹ് നിയമമാക്കിയത്. ലഅല്ലകും തത്തഖൂൻ. ഇന്നെവിടെ നോക്കിയാലും കാണുന്നത് ഹറാമാ, കേൾക്കുന്നത് ഹറാമാണ്. അതിലൊന്നും പെടാതെ നമ്മളെ നഫ്സിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ആയുധമാണ് തഖ്വ. നോമ്പിന്റെ ലക്ഷ്യവും അതാണ്, നോമ്പിന്റെ ഏറ്റവും വലിയ കാര്യവും അതാണ്. ലഅല്ലകും തത്തഖൂൻ. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നാളെ മഹ്ശറയിലേക്ക് നമ്മളെ വിചാരണക്ക് കൊണ്ടുവരുമ്പോൾ, നമ്മളെ അല്ലാഹ് വിളിക്കുമ്പോൾ, നമ്മളെല്ലാം നോമ്പും നിസ്കാരവും ഇബാദത്തുമായി റബ്ബിലേക്ക് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹ് പറയും, നിങ്ങൾ ദുനിയാവില് നിങ്ങളെ വെറുത്തവരെയും നിങ്ങളെ ശകാരിച്ചവരെയും നിങ്ങളെ മർദ്ദിച്ചവരെയും നിങ്ങളെ വേദനിപ്പിച്ചവരെയും ദുനിയാവെന്ന് നിങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ മതി, നിസ്കാരത്തിന്റെ കെട്ടുമായി എന്നിലേക്ക് വരാൻ, നിങ്ങളെ നോമ്പിന്റെ കെട്ടുമായി, ചൊല്ലിയ ദിക്റിന്റെ കെട്ടുമായി, കൊടുത്ത സ്വതക്കന്റെ കെട്ടുമായി ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു നിബന്ധനയുണ്ടോ. ദുനിയാവിൽ നിന്ന് നിങ്ങളെ മർദ്ദിച്ചവരും വേദനിപ്പിച്ചവരും അവർക്ക് പുറത്തു കൊടുത്തവർ ആരെങ്കിലും ഉണ്ടോ? അവർ വന്നാൽ മതി, അല്ലാത്തവർ അവിടെ തന്നെ കിടക്കട്ടെ, തവള കിടക്കണ പോലെ അവിടെ കിടക്കട്ടെ എന്ന് അല്ലാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് വരുമ്പോ ആദ്യമായി ചിന്തിക്കേണ്ടത് എവിടെയാണ്? ഹൃദയം മുഴുവനും നമുക്കിന്ന് കറയാണ്. പൊരുത്തപ്പെടാനും വിട്ടുവീഴ്ച ചെയ്യാനും മനസ്സുണ്ടാകണം. എന്നിട്ട് റബ്ബിനോട് കരുണ ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ കരുണ കിട്ടുക. നിങ്ങൾക്കറിയണോ, നബി തങ്ങളുടെ പേരക്കിടാങ്ങൾ ഹസൻ ഹുസൈൻ രണ്ടാളും തമ്മിൽ പിണങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ പിണങ്ങാൻ പറ്റുമോ? നബി തങ്ങളെ പേരക്കിടാങ്ങളല്ലേ? അത് അല്ലാഹു ഖിയാമത്ത് വരെയുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് വലിയൊരു പാഠമാകാൻ വേണ്ടിയാണ് ഇത്തരം അവസ്ഥ ഉണ്ടാക്കിയത്. സ്വർഗത്തിലെ യുവാക്കളെ നേതാക്കളാണ് എന്റെ പേരക്കിടാങ്ങളായ ഹസനും ഹുസൈനും എന്ന് മുഹമ്മദ് മുസ്തഫ.
എന്നിട്ട് രണ്ടാളും തെറ്റി, രണ്ടാളും പിണങ്ങി. അപ്പോൾ ചില സ്വഹാബികൾ വന്ന് ഹുസൈനോട് പറഞ്ഞു, ഹുസൈനേ, നിങ്ങളിങ്ങനെ തെറ്റാൻ പറ്റുമോ? നിങ്ങൾ മുത്തനബിന്റെ പേരക്കുട്ടിയാളല്ലേ, നിങ്ങൾക്ക് കോംപ്രമൈസ് ആകണ്ടേ, മസുരത്താകണ്ടേ, രണ്ടാൾക്കും നന്നാകണ്ടേ? അപ്പോഴാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ അനിയനാണ്, ഹസനന്റെ ജ്യേഷ്ഠനാണ്. രണ്ടാള് പിണങ്ങിയാൽ ആദ്യം ആര് മിണ്ടുന്നുവോ ആദ്യം ആരാണ് നന്നാകുന്നത്? അവരാണ് സ്വർഗത്തിലേക്ക് ആദ്യമെത്തുക. ആരാണ് മസ്ലഹത്തിന് ആദ്യം മുന്നിലേക്ക് വരുന്നത് അവരാണ് സ്വർഗത്തിൽ ആദ്യമെത്തുക എന്ന് എന്റെ വല്യപ്പ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അനിയനാണ്, ഹസൻ ജ്യേഷ്ഠനാണ്. ഞാൻ അങ്ങോട്ട് ചെന്ന് മിണ്ടിയാൽ സ്വർഗത്തിലേക്ക് ആദ്യം ഞാനല്ലേ കിടക്കുക. എന്റെ ശേഷം എന്റെ ജ്യേഷ്ഠന് വരുന്നത് ആലോചിച്ചുകൂടാ. എന്റെ ജ്യേഷ്ഠനാദ്യം സ്വർഗത്തേക്ക് പോകണം. അതുകൊണ്ട് ജ്യേഷ്ഠനോട് ഇങ്ങോട്ട് വരാൻ പറ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ കാരണവും പറ എന്ന് പറഞ്ഞിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്ന് വിഷയം പറയുമ്പോ ഹസൻ എന്നവരോട് ചെന്നുകൊണ്ട് ഹുസൈൻ അനിയനെ കെട്ടിപ്പിടിച്ച് പൊരുത്തപ്പിടിച്ച് രണ്ടുപേരും നന്നാകുമ്പോൾ അപ്പയാൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇക്കാ നിങ്ങളിലേക്ക് വരാൻ മനസ്സില്ലാത്തത് കൊണ്ടല്ല. ആരാണ് ആദ്യം നന്നാകുന്നത് അവരാണ് ആദ്യം സ്വർഗത്തിലെത്തുക. നിങ്ങളെ മുമ്പ് എനിക്ക് പോകുന്നത് ആലോചിച്ചു കൂടത് കൊണ്ടാണ് എന്ന് മറുപടി പറയുമ്പോ, എന്തിനാണടാ വീറും വാശിയും? എന്തിനാ നമ്മുടെ മഹല്ലുകളിലൊക്കെ എവിടെയും പ്രശ്നങ്ങളാണ്, പള്ളി കമ്മിറ്റിയിലെ പ്രശ്നങ്ങളാണ്, ജനങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളാണ്, കുടുംബങ്ങളിൽ പ്രശ്നങ്ങളാണ്. ഈ അടുത്തൊരു പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ ഒരൊറ്റ കൊല്ലം ആ പള്ളി കമ്മിറ്റി നിലവിൽ വന്നിട്ട് അവരെ മുമ്പിൽ തീർക്കാൻ ആ മഹല്ലിലെ പ്രശ്നം എത്രയെന്നറിയോ? 39 കുടുംബ പ്രശ്നങ്ങളാണ്. ഒരു ജില്ലയുടേതല്ല, ഏതെങ്കിലും മണ്ഡലത്തിൻ്റെതല്ല. 10-400 വീട് മാത്രമുള്ള മഹല്ല് കമ്മിറ്റിക്ക് മുമ്പിലാണ് 39ഓളം കുടുംബ പ്രശ്നം തീർക്കാനുള്ളത്. എന്റെ പ്രശ്നത്തിന് കാരണമെന്നറിയണോ? വിട്ടുവീഴ്ചയില്ല, ക്ഷമിക്കുന്നില്ല, പൊറുക്കുന്നില്ല. രണ്ട് കുടുംബം തമ്മിൽ തെറ്റിയാൽ, രണ്ടാള് തമ്മിൽ തെറ്റിയാൽ ആരാണ് ആദ്യം നന്നാകാൻ ശ്രമിച്ച് ചെന്ന് കൈ കൊടുക്കുന്നത്? അങ്ങ് രണ്ടുപേരും ഇണങ്ങി മിണ്ടിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ 99 റഹ്മത്തും ഇറങ്ങുന്നത് ആദ്യം മസ്ലഹത്തിന് ശ്രമിച്ച അങ്ങോട്ട് സലാം പറഞ്ഞ കയ്യിലേക്കാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ബാക്കി ഒരു റഹ്മത്ത് മാത്രമാണ് മറ്റേവന്റെ കയ്യിലേക്കെന്ന് പറയുമ്പോ, റമദാൻ മറ്റന്നാൾ നമ്മിലേക്ക് കടന്നു വരുമ്പോ ഞാനും ഇവിടെ കേൾക്കുന്ന നിങ്ങളും ചിന്തിക്കണം, മനസ്സിൽ ആരോടെങ്കിലും വല്ലതുണ്ടെങ്കിൽ മാപ്പാക്കണേ, പൊറുക്കണേ, മസലത്താകണം. അല്ലാതെ തലകുത്തി മറിഞ്ഞിട്ട് കാര്യമില്ല, പള്ളിയിൽ ഓടി വന്നിട്ട് കാര്യമില്ല. ലൈലത്തുൽ ഖദ്റിന് പോലും പുണ്യം ഇത്തരം മനസ്സുള്ളവർക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഒരു മനസ്സുണ്ടാകണം. പിന്നെ ഞാൻ പറഞ്ഞത് എന്റെ സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര നന്മകൾ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ. അണുമണി തൂക്കം, ചെറിയൊരു പൊടിയുടെ തൂക്കം നന്മ ചെയ്താൽ അത് പോലും കൂലി കിട്ടും. നിങ്ങൾക്കറിയോ, തഫ്സീർ റാസി ചരിത്രം പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. കഴിഞ്ഞു പോയ കാലത്ത് ഒരു മനുഷ്യന് ഒരു 50 പൈസന്റെ അല്ലെങ്കിൽ പഴയ 25 പൈസന്റെ വിലയുള്ള ഒരു സൂചിയുണ്ടായിരുന്നു. ഒരു പാവം മനുഷ്യനാണ്. അയാൾക്കിടെ കയ്യിൽ ഒരു ചെറിയ സൂചിയേ ഉള്ളൂ. വൈകുന്നേരമായാൽ അയാൾ ആ സൂചിയായി വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങും. എന്നിട്ട് അയൽവാസികളുടെ വീടുകളിലേക്ക് കയറി ചെന്ന് ചോദിക്കും, തുന്നണോ തുന്നണോ, നിങ്ങളെ വസ്ത്രങ്ങൾ ഏതെങ്കിലും കീറിയിട്ടുണ്ടെങ്കിൽ അത് തുന്നാൻ ഇനി നിങ്ങൾ സൂചി പണം കൊടുത്ത് വാങ്ങണ്ട, എന്റെ കയ്യിലുണ്ട്, ഞാനിത് വായ്പ തരാം.
നിങ്ങൾ തുന്നി കഴിഞ്ഞിട്ട് തിരിച്ചേൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് നോക്കനെ അയൽവാസികളെ വീടുകളിൽ ചെന്ന് സൂചി വേണോ, തുന്നാൻ സൂചി വേണോ എന്ന് ചോദിച്ചൊരു സൂചിയുടെ ഉപകാരം ചെയ്തതിന്റെ പേരിൽ ദഖലൽ ജന്ന ഫീ ബറാ, ഈ ഒരു സൂചി തിന്നാൻ കൊടുത്തതിന്റെ പേരിലാ അയാൾ അല്ലാഹു സ്വർഗത്തിൽ കടത്തിയത് എന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇത്തക്കുന്നാറ വലോബിശിക്കി തമ്ര, ഒരു കാരക്കന്റെ ചീന്തുകൊണ്ടെങ്കിലും നരകം കാക്കണം. അതിനൊക്കെ വേണ്ടത് നീയത്താണ്. എന്റെ പ്രിയമുള്ള പെണ്ണുങ്ങളെ, നിങ്ങൾക്കൊക്കെ പടച്ചോൻ സ്വർഗം തന്നത് നിങ്ങളെ പള്ള കൊണ്ടാണ്, ആണുങ്ങൾക്ക് സ്വർഗം തന്നത് പള്ളി കൊണ്ടാണ്. നബി തങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു പെണ്ണ് എന്റെ ഉമ്മത്തിൽ ഗർഭിണിയായ ഒരു ഷഹീദിന്റെ കൂലി ആ പെണ്ണിന് കള്ള കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷേ പൊന്നുപെങ്ങളെ നീയത്ത് നന്നാക്കണം. ഇപ്പോഴേക്ക് ഗർഭായി പോയി എന്താ ചെയ്യുക, ഇനി ഏതായാലും മുന്നോട്ട് പോകട്ടെ എന്ന മനസ്സല്ല. മുത്തുനബി തങ്ങൾ കൂലി കിട്ടുന്നു പറഞ്ഞതാണല്ലോ. ഈ കുഞ്ഞ് നിസ്കരിക്കുമ്പോ ഖുർആൻ ഓതുമ്പോ ദിക്ർ ചൊല്ലുമ്പോ ഇതിനൊക്കെ കൂലി എനിക്കും കൂടി കിട്ടുമല്ലോ എന്നതൊക്കെ മനസ്സിൽ നീയത്തുണ്ടെങ്കിൽ ഒരു ഷഹീദിന്റെ കൂലിയാണ്. അല്ലാതെ ഗർഭിണി ആയതുകൊണ്ട് ഷഹീദിന്റെ കൂലി കിട്ടൂല. ഹിന്ദു പെണ്ണും ഗർഭിണിയാകുന്നുണ്ട്, ക്രിസ്ത്യാനി പെണ്ണും ഗർഭിണിയാകുന്നുണ്ട്. മുസ്ലിം പെണ്ണെ നീയും ഗർഭിണിയാകുന്നുണ്ട്, നിനക്കതിന് കൂലി വേണോ, നീയത്ത് വേണം. നബി തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസാ, ഒരു കുഞ്ഞ് കരയുമ്പോ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് കുട്ടിക്ക് മുലപ്പാല് കൊടുത്താൽ, കരയുന്ന കുഞ്ഞിന് പാല് കൊടുത്താൽ, പാല് കുടിക്കുമ്പോ ഒരു മുറുക്ക് കുടിച്ചാൽ കന്നമാഹയത്ത് മൈത്ത, ഒരു മയ്യത്തിനെ ജീവിപ്പിച്ച കൂലിയാണ് ആ പെണ്ണിന് കള്ള കൊടുക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ 2 കൊല്ലം കുട്ടിക്ക് പാല് കൊടുക്കുമ്പോ എത്ര മയ്യത്തിനെ ജീവിപ്പിച്ച കൂലി പെണ്ണെ നിനക്ക് ലഭിക്കും. പക്ഷെ നീയത്ത് വേണം. കഴിഞ്ഞില്ല, പാതിരാത്രി എല്ലാവരും കൂർക്കം വലിച്ച് കിടന്നിറങ്ങുമ്പോ തൊട്ടിലേ കടന്ന് കുഞ്ഞ് കരഞ്ഞാൽ കുട്ടിയെ തൊട്ടിലാട്ടാനും അമ്മിഞ്ഞ കൊടുക്കാനും ഏതെങ്കിലും ഒരു പെണ്ണയ്യും അമ്രത്തിന് അസ്ഹറത്തിലൈലഹ കുട്ടിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചാൽ 70 അടിമയെ മോചിപ്പിച്ച കൂലി ആ പെണ്ണിനെ പടച്ചോൻ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോ ഒരു കുഞ്ഞിനെ ഗർഭിണിയായി ഗർഭം ധരിച്ച് പ്രസവിച്ച് പാല് കൊടുത്താൽ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റത്ര വഴികളാണ്. അവൊക്കെ നമ്മളെ പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നീയത്ത് നഷ്ടപ്പെടുമ്പോഴാണ്. എപ്പോഴും നീയത്ത് വേണം. ഉസ്താദ് അതെങ്ങനെ നടക്കാതെ മനുഷ്യൻ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഏത് സംഗതിക്കും ഈ ഒരു നീയത്ത് മനസ്സിലിങ്ങനെ കൊണ്ട് പരിശീലിച്ചാൽ അത് എളുപ്പമാണ്, അത് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനെ, എങ്ങനെ നീയത്ത് നന്നായാൽ കൈക്കോട്ടെടുത്തിട്ട് കൊത്തുന്നതിനും കൂലിയാണ്, പിക്കാസ് എടുത്തിട്ട് കൊത്തുന്നതിനും കൂലിയാണ്, നമ്മുടെ വീട്ടിലെ മക്കളെ പോറ്റാൻ ബിസിനസ് നടത്തുന്നതിനും കൂലിയാണ്. ഏത് സംഗതിയും കൂലി കിട്ടുന്ന ഇബാദത്താക്കാൻ മുഅ്മിനിന് കഴിയൽ അവന്റെ നീയത്ത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് റമളാൻ മുന്നൊരുക്ക ക്ലാസ്സിലെ ഞാൻ പ്രസംഗിക്കുമ്പോ പ്രധാനമായി ഊന്നൽ നൽകിയത് നബിതങ്ങൾ റമളാന് കടന്നു വരുമ്പോ ശഅബാനിൽ കൊടുത്ത ഉപദേശം ഇതായിരുന്നു, അഖ്ലിസൂ നീയത്തക്കും, നീയത്ത് നന്നാക്കുക. ഇനി ഒരു അമല് ചെയ്തിട്ടില്ല നിൽക്കുക. നിങ്ങൾക്കറിയോ, മനുഷ്യനെ നന്മ തിന്മ തൂക്കുന്ന ദിവസത്തിൽ അള്ളാഹു നമ്മുടെയൊക്കെ നന്മ തൂങ്ങുന്ന ഒരവസരം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നന്മ തിന്മ തൂക്കുമ്പോ ചില മനുഷ്യന്മാരെ നന്മ തിന്മകൾ എഴുതിയ കിതാബ് വിതരണം ചെയ്യല്ലോ. ഒരു 3 സ്ഥലമിൽ നിന്നൊരാളും ആരെയും ഓർക്കാത്തതാണെന്നുണ്ട് രംഗം തന്നെയും, അതിലൊന്നു മീസാൻ തന്നെയാണ് അന്ന് വിറക്കുന്നതാ തൂക്കുന്ന സമയം നിന്ന്. പിന്നീട് മറ്റൊരു രംഗമാസുഹൂഫിൻ്റെത് ഇടം കൈയിലോ വലം കൈയിലോ ലഭിക്കുന്നത്. എന്റെ നന്മതിന്മ എഴുതിയ കിതാബ് വലത്തെ കൈയിലോ ഇടത്തെ കൈയിലോ കിട്ടുക എന്നുള്ള ഈ ഗ്രന്ഥം കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ബേജാറാകും. ഈ സമയത്ത് നന്മതിന്മ എഴുതിയ പുസ്തകം കിട്ടുമ്പോ ഒന്ന് നോക്കാൻ പറയും.
അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇതിന് ഹജ്ജ് കാണുന്നുണ്ട്, ഉംറ കാണുന്നുണ്ട്, പള്ളിക്കും ദീനിനും കോടികൾ ലക്ഷങ്ങൾ കൊടുത്തത് കാണുന്നുണ്ട്. ചില മനുഷ്യന്മാരേക്ക് ഏട് കൊടുക്കുമ്പോ അവര് പറയും, റബ്ബേ ഇത് മാറിയിട്ടുണ്ട്, ഇത് എന്റേതല്ല. അള്ളാഹ് ചോദിക്കും, എന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ലാ, ഇതിൽ ഞാൻ ഉംറ ചെയ്തതായി കാണുന്നുണ്ടല്ലോ, ഹജ്ജ് ചെയ്തതായി കാണുന്നുണ്ട്. മാ ഹജ്ജതു വമാ തമർതു, ഞാൻ ഹജ്ജും ചെയ്തില്ല, ഉംറയും ചെയ്തിട്ടില്ല. റബ്ബേ, ഞാൻ ദീനിന് ലക്ഷങ്ങൾ കൊടുത്തത് ഇതിൽ കാണുന്നുണ്ട്, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്റെ കിതാബ് മാറിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയ പേപ്പർ മാറിയോ? അള്ളാഹ് പറയും, പേപ്പറൊന്നും മാറിയിട്ടില്ല. പിന്നെന്താ പടച്ചോനെ? എടാ, നിന്റെ മനസ്സിൽ ആത്മാർത്ഥമായി നീയത്തുണ്ടായിരുന്നു ഉംറ ചെയ്യണമെന്ന്, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ നീയത്ത് നന്നായതുകൊണ്ട് ഉംറ നിന്റെ ഏതിൽ രേഖപ്പെടുത്തിയതാണ് എന്ന് അള്ളാഹു മറുപടി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. വെറുതെ ആഗ്രഹിച്ചാൻ പോരാ, കുറച്ചൊക്കെ പൈസ അവനെടുത്തിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ കുറച്ച് ദാനം ചെയ്യും. എങ്കിൽ അവൻ ധാരാളമുണ്ടെങ്കിൽ ധാരാളം നന്മ ചെയ്യണമെന്ന മനസ്സുള്ള ആളാ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ നിയ്യത്ത്, നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിയ്യത്ത് ഉണ്ടാകുക. അള്ളാഹു നമ്മുടെ നിയ്യത്ത് നന്നാക്കി പെരുമാറാകട്ടെ. പ്രത്യേകിച്ച് നന്മകൾ ധാരാളം അധികരിപ്പിക്കുന്ന പരിശുദ്ധ റമളാനിൽ സർവ്വം അള്ളാഹു സ്വീകരിക്കപ്പെടണമെങ്കിൽ വേണ്ടത് ഇഖ്ലാസാണ്, നിയ്യത്ത് നന്നാകുക. നിങ്ങൾക്കറിയോ, ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. പ്രഗത്ഭനായ ഒരു വലിയും സൂഫിയുമായ മഹാനായിരുന്നു അത്വാഉസ്സലമി റളിയല്ലാഹു, വലിയ മഹാന അത്വാഉസ്സലമി റളിയല്ലാഹു അൻഹു, വലിയ പണ്ഡിതനും സൂഫിയുമാണ്. അദ്ദേഹത്തിന്റെ ജീവിതമാർഗം എന്താ അറിയോ? തുണി നെയ്തുണ്ടാക്കിയിട്ട്, പുതപ്പ് നെയ്തുണ്ടാക്കി മാർക്കറ്റ് കൊണ്ടുപോയി തുണിക്കട വിൽക്കുക. പരുത്തി വീട്ടിൽ കൊണ്ടുവന്ന് തുണി നെയ്തുണ്ടാക്കും, എന്നിട്ട് ഒരു പുതപ്പ് നെയ്തുണ്ടാക്കിയിട്ട് പിന്നെ ആ പുതപ്പ് അങ്ങ് മടക്കി ചന്തയെ കൊണ്ടുപോയി വിൽക്കും. ഇതാണ് അത്താഉസ്സലമി എന്ന മഹാന്റെ ഉപജീവന മാർഗം. അദ്ദേഹം ഒരു രാത്രി ഉറക്കമൊഴിച്ചിട്ട് ഒരു പുതപ്പ് നെയ്തുണ്ടാക്കി. എന്നിട്ട് പുതപ്പ് നെയ്തുണ്ടാക്കി പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് മടക്കി. പിറ്റേ ദിവസം ആ പുതപ്പുമായി ചന്തയിൽ ചെന്നു. കച്ചവടക്കാരന് വിൽക്കുമ്പോൾ കച്ചവടക്കാരൻ ചീപ്പ് റേറ്റ് പറഞ്ഞു, വളരെ കുറഞ്ഞ വില പറഞ്ഞു. അപ്പൊ അത്താഉസ്സലമി എന്ന മഹാൻ ചോദിച്ചു, ഈ വിലപിടിപ്പുള്ള പുതപ്പിന് നിങ്ങൾ ചീപ്പ് റേറ്റ് പറയുന്നുവോ, നിങ്ങൾ ചെറിയ വില പറയുന്നുവോ? കച്ചവടക്കാരൻ പറഞ്ഞു, അതെ. അത്താഉസ്സലമി ചോദിച്ചത് എന്തേ കാരണം? അപ്പൊ കച്ചവടക്കാരൻ പറഞ്ഞു, ഈ പുതപ്പിന്റെ ഒരു മൂലയില് കുറെ നൂല് വലിഞ്ഞുകൂടി ഡാമേജ് വന്നിരിക്കുന്നു, കേടുവന്നിരിക്കുന്നു. അതുകൊണ്ട് അത്താഉസ്സലമി ഇതിന് വില കുറവാണെന്ന് പറഞ്ഞപ്പോ ആ കടയിൽ അത്താഉസ്സലമി ബോധം കെട്ട് വീണു. കുറെ സമയം കഴിയുമ്പോ എല്ലാവരും ഒരുമിച്ചുകൂടി വെള്ളം തെളിച്ച് ബോധം തിരിച്ചു കിട്ടിയപ്പോ അത്താഉസ്സലമി തേങ്ങി കരയുകയാ. ആളുകൾ ചോദിച്ചു, അല്ല മഹാനവർഗനെ, അത്താഉസ്സലമി നിങ്ങളെന്ത് പണിയാ ചെയ്തത്? നിങ്ങളെ പുതപ്പ് ഡാമേജ് ഉണ്ട്, വേണ്ട എന്ന് പറഞ്ഞ് വില കുറച്ച് പറഞ്ഞപ്പോഴേക്ക് ബോധം പോയത് എന്തിനാ? അപ്പോഴാണ് അത്താഉസ്സലമി ഒരായത്തോതി കരഞ്ഞു പറഞ്ഞത്, ഇന്നലെ ഞാൻ ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് ഇതുണ്ടാക്കിയ പുതപ്പാണ്. ഞാൻ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഒരു കംപ്ലൈന്റും കണ്ടില്ല. പക്ഷേ ശരിക്കും നോക്കാൻ കഴിവുള്ള കച്ചവടക്കാരൻ നോക്കിയപ്പോഴേക്ക് ഞാൻ കാണാത്ത കംപ്ലൈന്റ് ഇതിൽ കണ്ടപ്പോ അയാൾ വേണ്ട എന്ന് പറഞ്ഞ് വില കുറച്ചു പറഞ്ഞു. അപ്പോ എത്ര ഉറക്കമൊഴിച്ചിട്ട് ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, എത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, കുറെ ദിക്റും സ്വലാത്തും സദഖകളൊക്കെ ഉണ്ട്, അതിനൊന്നൊരു കുഴപ്പമില്ല എന്നാ ഞാൻ കരുതിയത്. ഇനി എന്റെ നിസ്കാരങ്ങളും നോമ്പും ഇബാദത്തുമായി രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ, അള്ളാഹുവിന്റെ ചെക്ക് പോസ്റ്റിലെത്തുമ്പോ മലക്കുകളും റബ്ബുമൊക്കെ ഇതങ്ങ് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് കണ്ടിട്ട്, ഈ പുതപ്പിന്റെ കംപ്ലൈന്റ് കണ്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞ് വില വളരെ കുറച്ച് പറഞ്ഞതുപോലെ എന്റെ ഇബാദത്തിൽ വല്ല കംപ്ലൈന്റും കണ്ടാൽ
ഇത് വേണ്ട എന്ന് മലക്കുകൾ പറയുന്ന അല്ലാഹ് പറയുന്ന രംഗം ഞാൻ ചിന്തിച്ചു പോയതാണ്. ഈ തുണിക്ക് കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ ചിന്ത പോയത് ഈ ഒരു അവസ്ഥയിലേക്കാണ്. അങ്ങനെ ചിന്തിച്ച് ബോധം പോയതാണെന്ന് അത്വാഉസ്സലമീ. വലിയ വിഷയമാണ്. പഴന്തുണി മുഖത്തേക്ക് ഇങ്ങോട്ട് ചുരുട്ടിയിട്ട് എറിയുന്ന പോലെ പല മനുഷ്യന്മാരെ ഇബാദത്തുകൾ നാളെ പരലോകത്ത് എറിയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ വിഷയം ഇതാണ്. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് ഇഖ്ലാസ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് വലിയ വിഷയ. ഞങ്ങളുടെയൊക്കെ സ്ഥാപനം ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ടാക്കി അതിന് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി എപ്പോഴും കൊടുക്കുന്ന ഉപദേശം ഇഖ്ലാസ്, ഇഖ്ലാസ്, വേറൊന്നുമില്ല. അദ്ദേഹം പ്രഗത്ഭനായ സമ്പന്നനായ ഒരു ഡോക്ടറായിരുന്നു, വൈദ്യനായിരുന്നു. തന്റെ വലിപ്പെട്ട കനപ്പെട്ട സമയം മുഴുവനും ദീനിനും സ്ഥാപനത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ചു, സമർപ്പിച്ചു. എന്ത് ചെയ്യുകയാണെങ്കിലും അദ്ദേഹം പ്രസംഗിക്കും ആദ്യം പറഞ്ഞു ഇഖ്ലാസ്, നിയ്യത്ത് നന്നാക്കുക. അതന്നെ വിഷയം. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് ആദ്യം എന്നോട് നിങ്ങളോടും ഇപ്പൊ വഅദ് പറയുമ്പോൾ വഅദ് കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സംഘാടകർക്ക് ഒക്കെ ഈ നിയ്യത്തുണ്ടാകണം. ഈ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു തയ്യാറെടുപ്പ് കിട്ടിയിട്ട് നമ്മൾ കടക്കുക. അതിന് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. എപ്പോഴും എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കൽ നിയ്യത്ത് മനസ്സിലേക്ക് കയറി വരുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് അല്ലാഹു നമ്മളെ മാറ്റുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നന്മയുടെ അനുഗ്രഹത്തിന്റെ പത്തും മഗ്ഫിറത്തിന്റെ പത്തും പാപമോചനത്തിന്റെ പത്തും ഒക്കെ നമ്മിലേക്ക് കടന്നു വരികയാണ്. റമളാൻ കടന്നു വന്നിട്ടും ദോഷം ബാലൻസ് ഇല്ല ആളുകൾ നശിച്ചു പോകട്ടെ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഒരു ദോഷം ഈ റമളാൻ 30 കഴിയുമ്പോഴേക്ക് എന്റെയും നിങ്ങളെയൊക്കെ ഏടിൽ ഒരു കറയും തെറ്റില്ലാതെ പൂർണ്ണമായി അല്ലാഹു കൈ വൃത്തിയാക്കി തരുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെറിയ നിലക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയുകയാണ്. ഈ പരിപാടിയുടെ ചെലവിലേക്ക് ഒരു ബക്കറ്റ് കളക്ഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബക്കറ്റുമായിട്ട് സംഘാടകർ നിങ്ങളെ സമീപിക്കുമ്പോൾ അല്ലേ, ചെറിയ ഒരു സദസ്സാണെങ്കിൽ പോലും നമ്മുടെ പരിപാടിക്ക് ചെലവുണ്ട്. അതുകൊണ്ട് നിങ്ങളെ മുമ്പിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധ റമളാന്റെ മുന്നോടിയായിട്ട് സംഘടിപ്പിക്കപ്പെട്ട വളരെ പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസാണ്. നിങ്ങളെ ഖബറിന്റെ ചൂട് നിങ്ങൾ സ്വതക്ക കൊടുത്ത് തണുപ്പിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇതൊക്കെ മനസ്സിൽ വെച്ച് മോശല്ലാത്ത സംഖ്യ എല്ലാവരും കൊടുത്ത് ഈ പരിപാടി വിജയിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച ഇസ്വൈഎസിന്റെ SKSFന്റെ പ്രവർത്തകന്മാർ അല്ലാഹു അവരുടെ ജോലിയിലും അവരുടെ കച്ചവടങ്ങളിലൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനിയും ദീനിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിൽ നമ്മുടെ മേഖലയിലൊക്കെ കാഴ്ചവെക്കാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി അല്ലേ ചെറിയ നിലയ്ക്ക് ദുആ ചെയ്ത് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ വളരെ വിലപ്പെട്ട സമയങ്ങൾ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതവർക്ക് കേൾക്കാനും കാണാനുമൊക്കെ ഇത്തരം പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ SKSFന്റെ പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, ബൈക്സ് ക്ലാസ് റൂം അഡ്മിന്മാർ, അവരൊക്കെ ഒരുപാട് സേവനം ദഅവ രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ സമയം ഇതിനു വേണ്ടി റെക്കോർഡ് ചെയ്യാനും കമ്പ്യൂട്ടറുമായി ഇരുന്ന് ഇത് എല്ലാവർക്കും കാണാനും കേൾക്കാനും സൗകര്യപ്പെടാൻ വേണ്ടി അവർ സംവിധാനിക്കുകയാണ്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഗൾഫിലും മറ്റുമൊക്കെ അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും നിഅമത്തും ബറക്കത്തും അല്ലാഹു നൽകുമാറാവട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. ബിഫളലി സ്വല്ലല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു സല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം സ്വല്ലല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമ റഹീമീനായ അല്ലാഹുവേ, ഇൽമിന്റെ മജ്ലിസിൽ ഞങ്ങൾ ഒരുമിച്ചതുപോലെ സ്വർഗ്ഗത്തിലും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ.
അല്ലാഹുവേ അല്ലാഹുവേ അറിഞ്ഞും പറയാതെയും ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. ദോഷം കാരണം രോഗം കൊണ്ട് പരീക്ഷിക്കരുതേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ റഹ്മാനെ. ഈ മുബാറക്കായ ഇൽമിന്റെ മജ്‌ലിസ് സംഘടിപ്പിച്ച സംഘാടകരെ പ്രവർത്തകന്മാർ അവരുടെ സേവനം കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈ സ്ഥലം, ഈ ബിൽഡിങ്ങിന്റെ ഈ ഹാള്, ഇവിടെ വഅദ് പറയാനും കേൾക്കാൻ നമുക്ക് സ്ഥല സൗകര്യം ചെയ്തെന്ന സഹോദരന്റെ ഏർപ്പാടുകളും വീട്ടിലും കുടുംബത്തിനും സമ്പത്തിനും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. റബ്ബേ എനിക്കും എന്റെ ദുആ കാമി പറയുന്ന ഒരാൾക്കും നീ ക്യാൻസർ നൽകല്ല അല്ലാ, ട്യൂമർ നൽകല്ല അല്ലാ. അത്തരം രോഗം പിടിപെട്ടുകൊണ്ട് സുഖമില്ലാതെ കിടക്കുമ്പോ മലമൂത്ര വിസർജനം കിടക്കുന്ന കിടപ്പിൽ തന്നെ നിർവഹിക്കുമ്പോ സ്വന്തം മക്കള് പോലും ഈ ഉമ്മയൊന്ന് ഉപ്പയൊന്ന് മരിച്ചിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്ന കോലത്തില് ഞങ്ങളെ ആരെയും പരീക്ഷിക്കല്ല അല്ലാ. റബ്ബേ മറ്റുള്ളവർ നീട്ടിത്തരുന്ന പാത്രത്തിലേക്ക് വിസർജിച്ചു കൊടുക്കേണ്ട, മൂത്രമൊഴിച്ചു കൊടുക്കേണ്ട രോഗം നൽകല്ല അല്ലാ. അത്തരം ഒരു ദുരവസ്ഥ എത്തുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ നീ തന്ന ഈ റൂഹ് നിന്നിലേക്ക് ഈമാനോടെ പിടിച്ചെടുക്കണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്ന ദിവസത്തിലെ അവസാനത്ര മലമൂത്ര വിസർജനം നടത്തിയാൽ അതുപോലും ശുദ്ധിയാക്കാൻ ഞങ്ങളെ കയ്യിന് ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്ന ദിവസത്തിലെ അവസാനത്തെ നിസ്കാരം പോലും ഞങ്ങളെ കൊണ്ട് നിസ്കരിപ്പിക്കണേ അല്ലാ. നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക, സ്വതക്ക നൽകുക, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുക തുടങ്ങിയ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് മരിപ്പിക്കണേ അല്ലാ. ഉറക്കത്തിൽ ഞങ്ങൾ മരിക്കരുത് അല്ലാ. അറ്റാക്ക് മരണം നൽകല്ല അല്ലാ. വണ്ടി അപകടങ്ങളിൽ പെട്ട് വണ്ടികൾക്കിടയിൽ ചതഞ്ഞിറഞ്ഞ് മരിക്കരുത് അല്ലാ.